പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേര് വീഡിയോ ഓൺ ചെയ്ത് രാവിലെ ഇരിക്കുകയെന്ന് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമായി തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കൊരു മോർണിംഗ് പ്രെയർ ഉണ്ട്. അത് 30 മിനിറ്റേ ഉള്ളൂ, 5:30 മുതൽ 6 മണി വരെ. അയ്യോ, അതെങ്ങനെയാ കൊണ്ടു നടക്കുന്നതെന്നുള്ളത് അല്ലാതെ ലീഡർഷിപ്പ് ഒന്നുമില്ല. ആര് കയറും അവർ പ്രാർത്ഥിക്കും. അങ്ങനെ അപ്പൊ ഇത്രയും പേരെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ മോർണിംഗ് പീക്ക് ടൈം ആണല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ടൈം ആണല്ലോ, 5 to 7. ഇപ്പൊ നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നു. അത് 800 ദിവസങ്ങൾ കഴിഞ്ഞെന്നും കൂടെ അറിയുമ്പോഴത്തേന് അത്ഭുതം തോന്നുകയാണ്. ഇതിന്റെ പുറകിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ പ്രെയറിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം, വചനത്തിന്റെ തഴക്കം കൊണ്ടും പഴക്കം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും എന്നെക്കാളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്കറിയാം. നിങ്ങളുടെ ഒരുമിച്ച് ആയിരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. നിങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും പ്രഭാതത്തിൽ വചനം കേൾക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരും ഈ പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് തോന്നുന്നു, എന്നെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും കാണുന്നത്. ഞാനും നിങ്ങളെ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്റെ നെറ്റിന് പ്രയാസമൊന്നും ഇല്ലല്ലോ അല്ലെ? കേൾക്കാമല്ലോ അല്ലെ? ഓക്കെ, ഗുഡ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അല്പം നേരത്തെ വചനചിന്തയ്ക്കും വചനധ്യാനത്തിനും ആധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ വചനധ്യാനത്തിനായി നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ നമുക്ക് വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയിൽ നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടി നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുന്നിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു സന്ദേശമാണ്. സ്തോത്രം. വചനഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. റിഗാസിയാന്തനാഥര വൈഡൽ പ്രൗളവന റിഗനം ദരേതരാധര. കർത്താവെ, ഞങ്ങൾ വായിച്ച തിരുവചന ഭാഗത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്. ബന്ധനങ്ങളില്ലാത്ത ദൈവത്തിന്റെ വചനം, ബന്ധങ്ങളെ അഴിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകലിൽ അതേ ശക്തിയോടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേൾക്കുന്ന ഏറ്റെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വേദപുസ്തകത്തിൽ സ്തോത്രം ഒത്തിരി 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 ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് യോഹന്നാൻ. ഒത്തിരി ഇഷ്ടമാണ്. സ്തോത്രം. ഒരു മിനിറ്റ്. ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് യോഹന്നാൻ. സ്തോത്രം. യോഹന്നാന്റെ എഴുത്തുകളും ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര സ്നേഹത്തിൽ കവർ ചെയ്തേക്കുന്ന എഴുത്താണ് യോഹന്നാന്റെ എഴുത്തുകളൊക്കെ. ചിലർ സംസാരിക്കുമ്പം നമുക്ക് തോന്നാറില്ലേ അവർക്ക് ഭയങ്കര സ്നേഹമാണെന്ന്. വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ സൗമ്യമായിട്ട്, വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു ഫീലാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സ്തോത്രം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ യോഹന്നാൻ എന്ന വ്യക്തിയാണ്. സ്തോത്രം. യോഹന്നാൻ എന്ന ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ്. സ്തോത്രം. ഞാൻ പറയാം, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കണം. ഒരിടത്തു പോലും ഇത് താനാണ് എഴുതിയത് എന്ന തെളിവിന് ഒരു വാക്യം പോലും അദ്ദേഹം എഴുതിയിട്ടില്ല. വായിച്ചു നോക്കിക്കോ, 1-ാം അധ്യായം മുതൽ അവസാനം വരെ ഇത് യോഹന്നാന്റെ എഴുത്താണെന്ന് തെളിയിക്കാൻ യോഹന്നാൻ ഒരു തെളിവ് പോലും സുവിശേഷത്തിൽ അവശേഷിപ്പിച്ചില്ല. എന്ന് വെച്ചാൽ
ഒരിടത്ത് പോലും തന്റെ പേര് ഉയർത്താതെ, സ്തോത്രം, ലഭിച്ച അവസരം യേശുവിനെ ഉയർത്തി. സ്തോത്രം. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നാണ് യോഹന്നാൻ പ്രതിപാദിച്ചത്. മത്തായി യേശുവിനെ കുറിച്ച് പറയുന്നത് കിങ് ആണ്, മശിഹയാണ്. സ്തോത്രം. രണ്ടാമത് മർക്കോസ് പറയുന്നത് ദൈവത്തിന്റെ ദാസനാണ്. സ്തോത്രം. ലൂക്കോസ് പറയുന്നത് മനുഷ്യപുത്രനാണ്. 3 വ്യത്യസ്ത സിനോപ്റ്റിക് ഗോസ്പെൽസ് ആണ് ആദ്യം 3 നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം മത്തായി പറയുന്നത് അവൻ അനേക രാജാക്കന്മാർ ഈ ഉലകത്തിൽ ഉണ്ടെങ്കിലും രാജാക്കന്മാർക്കും മീതെ ഒരു രാജാവാണ് യേശു എന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ സേവിക്കുന്ന യേശു കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ സംസാരിച്ച ദൈവം എന്ന് പറയുന്നത് രാജാവ് അല്ല, രാജാക്കന്മാർക്ക് മീതെ രാജാവാണ്. സ്തോത്രം. അതുകൊണ്ട് നിസാരക്കാരനെയല്ല ഞാൻ ആരാധിക്കുന്നത്, എന്നെ തേടി വന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ സ്തുതിക്കുന്ന ദൈവം, ഞാൻ ഉയർത്തുന്ന ദൈവം, അവൻ രാജാക്കന്മാർക്ക് മീതെ ഉള്ളവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ രാജാവിന്റെ മക്കളാണ്, പുരോഹിത വർഗമാണെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വി ആർ നോട്ട് എ സിമ്പിൾ ഓർഡിനറി പീപ്പിൾ. അതിനപ്പുറം രാജാവിന് വേണ്ടി രാജാവ് തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആമേൻ. രണ്ടാമത് മർക്കോസ് പറഞ്ഞത് ദൈവത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞു. ദാസൻ അനേകർക്ക് മറുവിലയായി വന്ന, ജീവനെ കൊടുക്കാൻ വേണ്ടി വന്ന ദാസനാണ് യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ അവൻ എനിക്ക് പകരമായിരുന്നു. ഞാൻ അനുഭവിക്കേണ്ട പാപശിക്ഷയ്ക്കകത്തുനിന്ന് എന്നെ വിടുവിക്കാൻ എനിക്ക് പകരമായി വന്ന, സ്തോത്രം, ദൈവത്തിന്റെ ദാസനാണ് ക്രിസ്തു എന്നാണ് സ്തോത്രം മർക്കോസ് പറയുന്നത്. ലൂക്കോസിനകത്ത് കാണുന്നത് യേശു കർത്താവ് മനുഷ്യപുത്രനാണെന്നാ കാണുന്നത്. അവന് വിശന്നു, അവന് ദാഹിച്ചു. സ്തോത്രം. അവൻ കരഞ്ഞു. ഇത് മനുഷ്യനുണ്ടാകുന്ന ഇമോഷനുകളാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കണ്ണുനീരും അവന് നന്നായിട്ട് അറിയാൻ കഴിയും. സ്തോത്രം. കാരണം അവൻ കരഞ്ഞവനാണ്. സ്തോത്രം. അവന് വിശന്നു, വിശപ്പിന്റെ വേദന യേശു കർത്താവിന് അറിയാം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊണ്ടില്ല. അപ്പം സ്വന്തമായവർ കൈക്കൊള്ളാത്തതിന്റെ വേദനയും കർത്താവിന് അറിയാം. സ്തോത്രം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും യേശു കർത്താവ് പണ്ടേ ശീലിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ കണ്ണുനീര് ആരും കാണാനില്ലെന്ന് പറയല്ലേ. നിന്റെ കണ്ണുനീരിനെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവാണ് ഉയരത്തിലുള്ളത് നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. അവൻ സാക്ഷാൽ മനുഷ്യപുത്രനും കൂടെ ആയിരുന്നു ഭൂമിയിൽ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക, ശാരീരിക ബുദ്ധിമുട്ടുകളും അവൻ നന്നായി ശീലിച്ചവനാണ്. അതുകൊണ്ട് മറ്റാരേക്കാളും നന്നായിട്ട് ഭർത്താവ് അറിഞ്ഞില്ലെന്നോ വിഷമിക്കേണ്ട, ഭാര്യ അറിഞ്ഞില്ലെന്ന് വിഷമിക്കേണ്ട, മക്കൾ കരുതിയില്ലെന്ന് വിഷമിക്കേണ്ട, ആർക്കും അറിയാത്തത് അറിയാൻ കഴിയുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ഈ 3 ഗോസ്പലിൽ വ്യത്യസ്തമാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറയണമെന്നില്ല, വളർന്നു വന്ന സാഹചര്യങ്ങളൊന്നും പറയുന്നില്ല. ഡയറക്റ്റ്ലി പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പദം യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. ഏതു മനുഷ്യനെയും, സ്തോത്രം, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല, വിദ്യാഭ്യാസം കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ വ്യത്യാസമില്ല, അമേരിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനോ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. ഇരുളടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രകാശമാക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ എവിടെയെങ്കിലും ഇരുളടഞ്ഞു പോയെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എവിടെയെങ്കിലും ചോദ്യചിഹ്നമായെങ്കിൽ അതിനെ പ്രകാശമാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കളർഫുൾ ആക്കി മാറ്റാൻ, നമ്മുടെ ജീവിതം മനോഹരമാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതം പ്രകാശമാക്കി മാറ്റാൻ യേശു കർത്താവിന് സാധിക്കും. ആമേൻ. അപ്പം യേശു കർത്താവിലെ ദൈവത്വത്തെയാണ് യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തന്റെ പേര് ഉയർത്താതെ, ഇന്ന് നമ്മുടെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കോ, ഒരു 3/4 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഞാൻ ആരാണെന്നും, ഞാൻ എന്താണെന്നും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും, ഞാൻ എന്തൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നും, ഞാൻ എവിടെയായിരുന്നും ഒക്കെ ആണ് കൂടുതലും പറയുന്നത്. സ്തോത്രം. എന്നിട്ട് അവസാന സമയത്തിന്റെ പരിമിതി മൂലം 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തുകയും ചെയ്യും. എന്നാൽ യോഹന്നാൻ നോക്കിക്കേ, ഒരിക്കൽ പോലും താൻ എന്താണെന്നോ, താൻ എന്ത് ചെയ്തെന്നോ, തന്റെ ആഗ്രഹങ്ങൾ ഒന്നുമല്ല പറഞ്ഞത്, മറിച്ച് താൻ യേശുവിനെ ഉയർത്തി. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് എനിക്കും പറയാനുള്ളത്, ലഭിക്കുന്ന അവസരം കർത്താവിനെ ഉയർത്തുക, ലഭിക്കുന്ന അവസരം വചനത്തെ ഉയർത്തുക. കാരണം എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്, അതിനെന്നെ എപ്പോഴും മോട്ടീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എസ്രാ പുസ്തകം വിടർത്തി,
അവൻ സകലത്തിനും മീതെയായിരുന്നു. പുസ്തകത്തെ ഉയർത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, വചനം ഉയർത്താൻ തയ്യാറാണെങ്കിൽ, പിന്നെ സകലത്തിന്റെ മീതെയായിരിക്കും നമ്മൾ. വചനത്തെ ഉയർത്തുന്നവൻ സകലത്തിനും മീതെയായിരിക്കും. സ്തോത്രം. രോഗത്തിന് മീതെയായിരിക്കും, പ്രയാസങ്ങൾക്ക് മീതെയായിരിക്കും, കടഭാരങ്ങൾക്ക് മീതെയായിരിക്കും. എല്ലാം ഉണ്ടാകും. പക്ഷെ നീ അതിന്റെ മുകളിൽ ചവിട്ടി നിൽക്കും, കാരണം വചനത്തെ ഉയർത്തുന്നവനായ. അപ്പം വചനത്തെ ഉയർത്തുക, വചനം നമ്മെ ഉയർത്തും. ആമേൻ. യേശുവിനെ ഉയർത്തുക, കർത്താവ് നമ്മെ ഉയർത്തും. നമ്മളെ ഉയർത്താൻ വേണ്ടി പോകണ്ട. നമ്മൾ വചനത്തെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുക, അവൻ നമ്മെ ഉയർത്തും. ആമേൻ. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത അതായിരുന്നു, ഒരിക്കൽ പോലും തന്നെ അവൻ ഉയർത്തിയില്ല. സ്തോത്രം. രണ്ടാമത്തെ ഒരു പ്രത്യേകത, മരണഭയം കൊണ്ട് സകലരും കുറച്ച് സ്ത്രീകൾ ഒഴികെ ബാക്കി എല്ലാവരും അകലം വിട്ടും അകന്നും നടന്നു പോയപ്പം ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് യോഹന്നാനെ കാണാൻ വേണ്ടി കഴിയും. ക്രൂശിന്റെ ചുവട്ടിൽ അതിന്റെ തെളിവാണ് ഒരു വാക്യം. യേശു കർത്താവ് മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയേ, ഇതാ നിന്റെ മകൻ. അതാ എന്നല്ല പറഞ്ഞ, ഇതാ നിന്റെ മകൻ. ഇതാ എന്ന് പറയണമെങ്കിൽ ഈ വാസ് നിയർലി ക്ലോസ്, ഒത്തിരി അടുത്ത ക്രൂശിനോട് ഏറ്റവും ചേർന്ന, ഇതാ നിന്റെ മകൻ എന്നാ പറഞ്ഞത് ക്രൂശി കിടന്നുകൊണ്ട്. അപ്പോ സ്തോത്രം, ഏറ്റവും അടുത്തുണ്ടായിരുന്ന ശിഷ്യയാണ്, ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. വേറെ ഒരിടത്തും നമ്മളെ കണ്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മളെ കണ്ടാൽ മതി. ആ ഒരു ഡിസ്റ്റൻസിലെ നമ്മളെ കാണണം. യേശു കർത്താവിനെ ഇതാ എന്ന് പറയാൻ നമ്മൾ അത്ര അടുത്തുണ്ടായിരിക്കണം. സ്തോത്രം. ഞാൻ ഒരു വചനത്തിന്റെ വെളിപ്പാടും കൂടെ പറയാം. ഈ ആദാമിനെ തേടി എല്ലാ ദിവസവും ദൈവം വെയിലാറുമ്പോ വരുമായിരുന്നു. ഒരു ദിവസം ആദാമിനെ തേടി വന്നപ്പം ആദാമിനെ കണ്ടില്ല. ദൈവം വിളിക്കുകയാണ്, ആദാമേ നീ എവിടെയാണ്? സത്യത്തില് സർവജ്ഞാനിയായ ദൈവത്തിന് ഏദൻ തോട്ടത്തിന്റെ ഏത് മൂലയിൽ ആദം പോയി ഒളിച്ചിരുന്നാലും ദൈവത്തിന് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഏത് സ്പോട്ടിലാണെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്തിനാ ചോദ്യം ചോദിച്ചത്, നീ എവിടെയാണെന്നൊരു ചോദ്യം. എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. ദൈവം ആദാമിനെ കാണാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ആദാമിനെ കാണാനില്ല. ഹി വാസ് സോ ബിസി. ഭയങ്കര തിരക്കായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ദൈവം തന്നെ കാണാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് തന്നെ കാണാനില്ലെന്നുള്ളതാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ദൈവം ഏൽപ്പിച്ച അല്പത്തിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിൽ എപ്പോഴും നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ടെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂതറിയിക്കുകയാണ്. കർത്താവ്, നമുക്ക് ഒരുപക്ഷെ സങ്കടം ഉണ്ടായിരിക്കാം, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ആവാൻ കഴിയുന്നില്ല. നോ വറീസ്, ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം ഏൽപ്പിച്ച അല്പത്തിൽ വിശ്വസ്തനായി ദൈവം കാണാൻ ആഗ്രഹിക്കുന്നിടത്ത് നാം കാണാനുണ്ടെങ്കിൽ നമ്മുടെ ഭാവി അനുഗ്രഹമായി മാറും. നമ്മുടെ തലമുറകൾ അത്ഭുതമായി മാറും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്, അവൻ 12 വരെ വിളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ കാര്യം, തന്നോട് കൂടെ ഇരിക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേണ്ടതിന് അവരെ ആക്കി, അപ്പോയിന്റ് ചെയ്തു. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. 1, തന്നോട് കൂടെ ഇരിക്കാൻ. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ. 3, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകാൻ. സ്തോത്രം. അപ്പൊ അധികാരം ഉണ്ടാകണമെങ്കിലും, വചനത്തെ കുറിച്ച് പ്രസ്താവിക്കണമെങ്കിലും, ദൈവരാജ്യത്തെ ഉയർത്തണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ദ പ്രൈമറി സ്റ്റെപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ടു ബി വിത്ത് ഗോഡ് ആണ്. കർത്താവിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ആമേൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 1 മണിക്കൂറുകൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ച ശേഷം വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചെറുതാവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം യു വെയർ വിത്ത് ഗോഡ്. നിങ്ങൾ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരാണ് ഓരോ പകലിലും. ആ കർത്താവിന്റെ കൂടെ ഇരുന്നവരാണ് പിന്നീട് അത്ഭുതമായി മാറിയത്. ആ വാക്യം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി, ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല. എന്റെ മെസ്സേജിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ഉള്ള ഈ സംഭവങ്ങളൊക്കെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയുക. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ജനം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറയുന്നത്, they were ordinary people. അവർ സാധാരണക്കാരും. സ്തോത്രം എന്നാ പറയുന്നത്. അൺട്രെയിൻഡ് എന്നാ പറയുന്നത്. പഠിപ്പില്ലാത്തവരും സാധാരണക്കാരും. സ്തോത്രം. എന്ന് കണ്ടിട്ട്, ഇവരുടെ ധൈര്യം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. പഠിപ്പില്ലാത്തവനെ കണ്ടിട്ട് സമൂഹത്തിന് ആശ്ചര്യം തോന്നുവാണ്.
സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ആശ്ചര്യം തോന്നുകയാണ്. എന്നെ ആശ്ചര്യം തോന്നാൻ കാരണം തൊട്ട് താഴെ എഴുതിയേക്കാണ്, ഇവൻ യേശുവിന്റെ കൂടെ ഇരുന്നവൻ എന്നറിഞ്ഞു. യേശുവിന്റെ കൂടെയാ ഇരിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. യേശുവിന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ തിയോളജിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നമല്ല. യേശുവിന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ കുടുംബ പാരമ്പര്യം ഒരു പ്രശ്നമല്ല. യേശുവിന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? എൽസമ്മ എന്ന് പറഞ്ഞ ആന്റി, പ്രിയപ്പെട്ട ആന്റിയോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ട്രൈക്ക് ചെയ്യുകയാണ്. സ്തോത്രം. കർത്താവിന്റെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ സ്തോത്രം, നമ്മുടെ കുടുംബമഹിമയോ കുലമഹിമയോ വിദ്യാഭ്യാസമോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. നമ്മെ ആശ്ചര്യമാക്കി മാറ്റാൻ, നമ്മെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതികളുണ്ടെന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മെ അത്ഭുതമാക്കി മാറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ കൂടെ ഇരുന്നാൽ മതി. കർത്താവിന്റെ കൂടെ, ടു ബി വിത്ത് ഗോഡ്. സ്തോത്രം. അപ്പം കർത്താവിന്റെ കൂടെ നടന്നൊരു ശിഷ്യനായി യോഹന്നാൻ, കർത്താവിന്റെ കൂടെ. അതുകൊണ്ടാണ് അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ഹി വാസ് സോ ഫെയ്ത്ത്ഫുൾ, ഭയങ്കര വിശ്വസ്തനായിരുന്നു. വചനം പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. സ്തോത്രം. വിശ്വസ്തത മുളയ്ക്കാതെ നീതി നോക്കത്തില്ല. അവൻ വിശ്വസ്തത മുളയ്ക്കണം. അത് വിശ്വസ്തത എന്ന് പറയാൻ കാരണം, യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് മറിയയ്ക്ക് ഒരു പക്ഷെ ഒരു 50 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 50 വയസ്സ് താഴെ പ്രായമുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ ഏറ്റവും ഒരു മകൻ എന്ന രീതിയിൽ യേശു കർത്താവിന്റെ ഏറ്റവും വലിയ ഒരു കടമ ഭൂമിയിൽ നിന്ന് പോകും മുൻപ് ഏറ്റവും വലിയൊരു കടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്നെ ഈ ഭൂമിയിൽ ജന്മം തരാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ മാതാവിനെ ഏറ്റവും സുരക്ഷിത സ്ഥാനത്താക്കുക എന്നുള്ളത് ഏത് മകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. വചനത്തിൽ കാണുന്നത്, അന്ന് മുതൽ ഈ മാതാവിനെ യോഹന്നാനാണ് കൈക്കൊണ്ടത്. കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും വിശ്വസിച്ചേൽപ്പിച്ചത് യോഹന്നാനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കാലത്ത് ആരെ ഏൽപ്പിക്കും? നമ്മുടെ പെൺമക്കളെ ആരെ ഏൽപ്പിക്കും? സ്തോത്രം. ആരെ ഏൽപ്പിക്കും? വേലി തന്നെ വിളവ് നിന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നേക്കുക. വിശ്വസിച്ച് ആരെ ഏൽപ്പിച്ച് ഒരു രാത്രി നമ്മൾ മാറും. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു പെൺകുഞ്ഞാണേ ഉള്ളത്. ആരെ ഏൽപ്പിക്കും? പേടി തോന്നുന്നു ഓരോ ദിവസം കഴിയും തോറും. ഹല്ലേലൂയ. എങ്ങനെ വളർത്തിക്കൊണ്ടിരും ഇതുങ്ങളെയൊക്കെ? യോഹന്നാനെ ഏൽപ്പിച്ചെന്നാ കാണുന്നത്. അന്ന് മുതൽ യോഹന്നാൻ മറിയെ കൈക്കൊണ്ടെന്നാ കാണുന്നത്. ഹി വാസ് സോ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. അവൻ വിശ്വസ്തനായിരുന്നു. തന്നെ ഇത്രത്തോളം നടത്തിയ തന്റെ ഗുരുവിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ അറിഞ്ഞിട്ട്, സ്തോത്രം, ആ മാതാവിനെ കൈക്കൊള്ളാനുള്ള എല്ലാ യോഗ്യതകളും തന്നിലുണ്ടായിരുന്നു. ഇന്ന് പകലിൽ നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം വിശ്വസ്തനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് അതുവരെ ചെയ്ത ചില നിയോഗങ്ങളെ ഏൽപ്പിക്കാൻ ദൈവത്തിന് ചില വിശ്വസ്തന്മാരെ വേണം. സ്തോത്രം. ഈ ഗ്രൂപ്പിനകത്തും ദൈവത്തിന് ചില വിശ്വസ്തന്മാരെ വേണം. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ പങ്കുവെക്കാൻ കഴിയുന്ന അത്രത്തോളം വിശ്വസ്തരായ ചിലരെയൊക്കെ ദൈവം ഇവിടെ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ. ആമേൻ. അപ്പൊ 3 പ്രത്യേകതകൾ, ഏറ്റവും കുറഞ്ഞ 3 പ്രത്യേകതകൾ. 1, തന്നെ ഉയർത്തിയില്ല. 2, സ്തോത്രം, ഏറ്റവും അടുത്ത് നിന്നു, ക്രൂശിന്റെ ചൂടിൽ നിന്നു. 3, വിശ്വസ്തനായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇത്രത്തോളം വിശ്വസ്തനായി നിന്നിട്ട് ഒരിക്കൽ പോലും കർത്താവിനെ മാത്രം ഉയർത്തിയിട്ട്, സ്തോത്രം, ഈ യോഹന്നാൻ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് അറിയാമോ? പത്മോസിലാണ് ഉള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനായിരുന്നെങ്കിൽ എന്തോരം പരാതി പറഞ്ഞ് യേശു കർത്താവിനെ ബുദ്ധിമുട്ടിച്ചേക്കെന്ന് അറിയാമോ? ഞാനാണെങ്കിൽ ഈ ക്വാളിറ്റി മൊത്തം പറയും. എല്ലാരും പത്രോസ് ഓടിപ്പോയി, ഇവരൊക്കെ ഓടിപ്പോയിട്ടും കർത്താവെ ഞാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ പരാതികൾ ഞാൻ പറഞ്ഞതെന്നറിയാമോ? വചനം പറയുന്നു, സ്തോത്രം, എങ്ങനെയാ ആയെന്നറിയാമോ? ദൈവവചനം നിമിത്തവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തവും പത്മോസ് ദ്വീപിലായിരുന്നു. യേശുവിനെ സാക്ഷീകരിച്ചതിന്റെ പേരിൽ ഏകാന്തത അനുഭവിക്കേണ്ടി വന്നു. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, കർത്താവ് മറ്റാർക്കും ഇല്ലാത്ത ഈ പ്രയാസം എനിക്കെന്തിനാ? മറ്റാർക്കെന്നൊക്കെ പറഞ്ഞ ഒറ്റ വീട്ടിന് തീർന്നു. ഇത് ഇഞ്ചിഞ്ചായി മരിക്കുക. തിളച്ച എണ്ണയിലിടുന്നു, അത് കഴിഞ്ഞ് മരിക്കുന്നില്ല. പിന്നെ പത്മോസിലേക്ക് നാട് കടത്തുന്നു. മരണം കാത്തു കിടക്കുന്ന കഴുകന്മാർ ചുറ്റുമുണ്ട്. ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നു. മരണത്തിന്റെ വല്ലാത്തൊരു കാറ്റടിക്കുകയാണ്. മരണത്തെ മുഖാമുഖമായി കാണുകയാണ്. വിളിച്ചാൽ വരാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. മരിച്ചാൽ പോലും ഒന്ന് കൊണ്ടുപോകാൻ, നല്ലൊരു കബറടക്കാൻ ആരുമില്ല. എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയാ കടന്നു പോകുന്ന അറിയാമോ? ഞാനാണ് ചോദിച്ചേനെ, കർത്താവെ എനിക്ക് ഈ ഗതി എന്നാ വന്നേ? നമ്മൾ ചോദിക്കത്തില്ലേ, എനിക്ക് മാത്രം എന്നാ ഈ ഗതി? എന്റെ അയലത്തുകാർക്ക് ഈ പ്രശ്നമില്ലല്ലോ, എന്റെ കുടുംബത്തിൽ മറ്റാർക്കും ഈ പ്രശ്നമില്ലല്ലോ, ഈ പ്രാർത്ഥിക്കുന്ന എനിക്ക് മാത്രമാണ് ഇത്രയും വലിയ പ്രയാസങ്ങൾ. നമ്മളാണെങ്കിൽ പരാതി ചോദിച്ചേനെ. ഞാൻ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, മറ്റാർക്കുമില്ലാത്ത
പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രവചനാത്മാവിൽ നിന്ന് തിരിച്ചറിയുക. മറ്റാർക്കും ഇല്ലാത്ത സ്തോത്രം വെളിപ്പാടിന്റെ കലവറ നിനക്ക് മുമ്പിൽ തുറക്കാൻ വേണ്ടിയാണ്. മറ്റാർക്കുമില്ല ശുശ്രൂഷയുടെ ഒരു വലിയ അനുഭവത്തിലൂടെ ദൈവം നിന്നെ കടത്തിവിടാൻ വേണ്ടി പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. മറ്റാർക്കുമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് ദൈവം നിനക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്. മറ്റാരും പോകാത്ത പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നതെന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. എത്രത്തോളം കഷ്ടതകൾ വർദ്ധിക്കുന്നുണ്ടോ, എത്രത്തോളം പ്രയാസങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ, അത്രത്തോളം ദൈവത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാനിടയായിത്തീരും. അവൻ പത്മോസിന്റെ ഏകാന്തതയിലും ആത്മവിവശനായി. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വയനാട്ടില് ഒരു പുതിയ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. പുതിയ പ്രവർത്തനം സ്തോത്രം ഉണ്ടായിരുന്നൊരു വലിയ ചർച്ചൊക്കെ വിട്ടിട്ട് ഇവിടെ കുറച്ച് സാധുക്കളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് വന്ന ഒരാളാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞു വന്നയാളാണ്. എനിക്കൊരു കാര്യം, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ഏതവസ്ഥയിലൂടെ വേണമെങ്കിലും കടന്നു പോകാം, ഒരു പരാതിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാ വന്നേ. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ടായാൽ മതി, ഏതവസ്ഥയിലും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായാൽ മതി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആൻഡ് ഏതവസ്ഥയിലൂടെ പോയാലും നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി, രാജാവ് എൻ്റെ കൂടെ ഉണ്ട്, അത്ഭുത മന്ത്രി എൻ്റെ കൂടെ ഉണ്ട്, നിത്യ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഏതവസ്ഥയിലാണെങ്കിലും പൗലോസ് പ്രാർത്ഥിച്ചു, ഇതൊന്നും മാറ്റണേ തമ്പുരാനെ എന്ന്. മാറ്റിയില്ല. പിന്നെ പ്രാർത്ഥിച്ചുമില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, പിന്നെ മാറ്റിയില്ല, പിന്നെ പ്രാർത്ഥിച്ചുമില്ല. കർത്താവ് ഒരു മറുപടി പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന, നിന്നെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്ന എന്റെ കൃപ നിന്റെ കൂടെയുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചില്ല, പിന്നെ ആ വിഷയം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, പിന്നെ എന്തു ആയിക്കോട്ടെ എന്നാ, പിന്നെ കൃപയാണ് വിഷയം, പിന്നെ കൃപയാ വിഷയം. ഹല്ലേലൂയ. എന്റെ ബലഹീനതകളെ പൂർണ്ണതയുള്ളതാക്കി മാറ്റുന്ന, രോഗത്തിന്റെ അവസ്ഥയിലും എന്നെ പൂർണ്ണനാക്കി മാറ്റുന്ന, ദൈവത്തിന്റെ ഹിതമെനിൽ വെളിപ്പെടാൻ വേണ്ടി, ദൈവിക സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കപ്പെടാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റുന്ന ദൈവകൃപ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റേത് സാഹചര്യത്തിനകത്തും ഞാൻ കൃതാർത്ഥനായിരിക്കുമെന്ന്. പൊട്ടക്കിണറ്റിനകത്തായിരുന്നു യോസേഫ്. അവിടെയും കാണുന്നത് യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ ഭക്തന്മാർ കിടക്കുമ്പോഴും യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ഒരുറപ്പ് നമുക്കുണ്ടായിരിക്കണം, ഈ അവസ്ഥയിലും തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. ഈ അവസ്ഥയിൽ, ഈ പത്മോസിന്റെ ഏകാന്തതയിലും മറ്റാരും കൂടെ ഇല്ലെങ്കിലും കർത്താവിന്റെ കൂടെയുണ്ട്. അത് അനുഭവിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മറ്റാരും പോയിട്ടില്ലാത്ത വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത എന്തൊരു ഗിഫ്റ്റ് ദൈവത്തിന് കൈമാറാനുണ്ട്. ഇവിടെ പത്മോസിലൂടെ യോഹന്നാനെ കടത്തി വിട്ടപ്പോൾ 7 സഭകൾക്കുള്ള ദൂത്, 7 സഭകൾക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർത്തു സർദീസിനോട് മാത്രം ഇത് പറഞ്ഞതെന്ന്. അല്ല, അവന്റെ അവസാന വാക്യത്തിനകത്ത് കണ്ടു, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് വായിച്ചു കേൾക്കുന്ന ചെവിയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ള ദൂതുകൾ വർഷങ്ങൾക്ക് മുമ്പ് കൈമാറി. അങ്ങനെയെങ്കിൽ ദൈവസഭകൾക്കുള്ള ദൂതുകളെ പ്രാപിക്കാൻ, ദൈവരാജ്യത്തിലേക്ക് ആളുകൾ എത്തേണ്ടതിനുള്ള ദൈവിക ദൂതുകളെ പ്രാപിക്കാൻ നമ്മൾ വചനം ഇങ്ങനെ പറയുന്നേ, നിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ ഞാൻ കഷ്ടത്തിൽ ഇരുന്നത് എനിക്ക് ഉപകാരമായി മാറി. ചില കഷ്ടതകൾ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ. പൊയ്ക്കിനോയിസ് എന്നൊരു വേർഡ്, ഒരു ഗ്രീക്ക് വേർഡ് ഞാൻ ഒരിക്കൽ പഠിച്ചു. ഈ നാനാവിധ കഷ്ടങ്ങളാൽ ഒരു വാക്യമുണ്ട് ഈ പത്രോസിന്റെ ലേഖനത്തിനകത്ത്. നാനാവിധ പരീക്ഷകൾ എന്നൊരു വാക്യമുണ്ട്, നാനാവിധ കഷ്ടതകൾ, അങ്ങനെ ഒരു വാക്യമുണ്ട്. അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ഒരു ഗ്രീക്ക് വേർഷൻ എന്ന് പറഞ്ഞാൽ പൊയ്ക്കിനോയിസ് എന്നൊരു വാക്ക്. സ്തോത്രം. അവിടെ ഇങ്ങനെയാ കാണുന്നേ, മൾട്ടി കളേർഡ്, പലവിധമായ വർണ്ണങ്ങൾ എന്ന ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. സത്യത്തിൽ അതല്ലേ നമ്മൾ നാനാവിധമായ കഷ്ടതകളിലൂടെ കടന്നു പോയതല്ലേ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റിയത്? ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നോ? ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചേർന്നിരിക്കുമായിരുന്നോ? ഇല്ലായിരുന്നെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയുമായിരുന്നോ? എത്രത്തോളം പ്രതിസന്ധികൾ കൂടിയോ അത്രത്തോളം അപ്പന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയോ അത്രത്തോളം ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നിരാശകളും ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണെങ്കിൽ അതിനകത്തുനിന്ന് നമ്മളെ പണിത്
പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയും. ആമേൻ. സ്തോത്രം. സമയം എന്തായി? ആമേൻ. 6:28. അപ്പോ സർദീസിലെ സഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ ഇന്ന് രാവിലെ വായിച്ചത്. സർദീസിലെ സഭയ്ക്ക് എനിക്ക് ഈ വചനധ്യാനം ഭയങ്കര ഇഷ്ടമാണ്. വചനധ്യാനം. സ്തോത്രം. ഞാൻ എന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂർ നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് ഞാൻ വേർഡ് ഷെയർ ചെയ്യും, വചനം പഠിപ്പിക്കും. ബാക്കി 20 മിനിറ്റ് അത് മാറി 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 ഞങ്ങൾ ഇങ്ങനെ നിയോഗം പോലെ ഇങ്ങനെ ചെയ്യും. സ്തോത്രം. ഇന്നാളിന്നില്ല. അപ്പൊ എനിക്ക് വചനധ്യാനം ഭയങ്കര ഇഷ്ടം. ഞാൻ നിങ്ങളോട് പറയാണ്, രാവിലെയൊക്കെ ഈ പ്രെയർ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ആന്റിമാർക്കൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം ബൈബിളൊക്കെ വായിച്ചിരിക്കണം. ഒരു ബുക്കും കൂടെ എടുക്കണം. എന്നിട്ട് വായിച്ചിട്ട് ഒരു പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ 1-2 തവണ വായിക്കണം. വായിക്കുമ്പം അത് എന്നോട് സംസാരിച്ചതാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്ത് മനസ്സിലായി അതിനകത്തുനിന്ന്? ആ ദൂതുകളൊന്ന് എഴുതിയെടുക്കണം. സ്തോത്രം. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് തിരുവചനത്തോടൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. നമുക്കത് അനുഗ്രഹമായിരിക്കും. വചനം ധ്യാനിക്കണം. സ്തോത്രം. വചനം ധ്യാനിക്കണം. ഓക്കെ. അപ്പം സർദീസ് സഭയോട് ദൂത് പറയുകയാണ്. 3 പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. 3 പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. സ്തോത്രം. മറന്നു പോകരുത്. ഇത് നമ്മളോടും കൂടെയാണ്, സർദീസ് സഭയോടും കൂടെയാണ്. സ്തോത്രം. 3 പ്രത്യേകതകൾ. 1, പേര് കൊണ്ട് മാത്രം ജീവൻ. എന്നാ? പേര് കൊണ്ട് മാത്രം ജീവൻ. അതെ. സ്തോത്രം. 1-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പൊ 1-ാമത്തെ പ്രത്യേകത, പേരുകൊണ്ട് മാത്രം ജീവൻ. ഞങ്ങളുടെ ഇവിടെ വയനാട്ടിലൊക്കെ, എന്റെ വീട് ശരിക്കും കണ്ണൂരാട്ടോ, ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് കണ്ണൂരാണ്. ഞങ്ങൾ വയനാട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. വൈഫ്, ഒരു കുഞ്ഞ്. ഞങ്ങളുടെ വീടിനടുത്തൊരു ഒരു ഫിഷ് ഫാം ഉണ്ട്. അവിടെ നല്ല വരാലിനെ കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല. വരാല് കണ്ടിട്ടുള്ള ഒരു സ്വതന്ത്രം പറഞ്ഞേ. വരാല്, ചെറുമീൻ എന്നൊക്കെ പറയും. ഈ വരാലിനെ പിടിക്കണം. വരാലിനെ പിടിച്ചിട്ട് കരയിലിടണം. കരയില് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. നമ്മൾ നോക്കുമ്പോൾ ചത്തതുപോലെ കിടക്കും. അത് നമ്മൾ ചിന്തിക്കും 5 മണിക്കൂർ ആയില്ലേ, അത് ചത്ത് കാണുമെന്ന് വിചാരിക്കും. കാരണം അനക്കമൊന്നും ഉണ്ടാകത്തില്ല. ഒരു കമ്പെടുത്ത് തൊട്ട് നോക്കണമെന്ന്, അല്ലെ കൈകൊണ്ട് പിടിക്കാൻ നോക്കണമെന്ന്, അതൊന്ന് പിടയ്ക്കും. ചാടി അപ്പുറം സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അവിടെയും കിടക്കും ചത്തതുപോലെ. സ്വതന്ത്രം. അപ്പൊ പേര് കൊണ്ട് ജീവനുണ്ട്, പ്രവർത്തിക്കകത്ത് എന്തില്ല? ജീവനില്ല. അവൻ ഞങ്ങളൊരു പാസ്റ്റർ എപ്പോഴും പറയേ, എന്റെ പേര് ദാനശീലൻ എന്നാണ്, പക്ഷെ ആ ശീലം മാത്രം എനിക്കില്ല. പേര് കൊണ്ട് കോമളം എന്നൊക്കെയാ, പക്ഷെ ഒരു കോമളത്വവും ഇല്ല. പേര് കൊണ്ട് ഗ്രേസ് എന്നൊക്കെയാ, സോറി കേട്ടോ, ഗ്രേസ് ആന്റിനകത്തുണ്ട്, പക്ഷെ ഒരു ഗ്രേസ് ഇല്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ പേര് കൊണ്ട് ജീവനുണ്ട്, പ്രവൃത്തി കൊണ്ട് എന്തില്ല? ജീവനില്ല. 1-ാമത്തെ പ്രത്യേകത. നമ്മുടെ കാര്യം ഒന്നും അല്ലോട്ടോ ഞാൻ പറയുന്നേ, നിങ്ങൾ വിഷമിക്കല്ലേ. സർദീസിലെ സഭയുടെ കാര്യം പറയുക. പേര് കൊണ്ട് മാത്രം ജീവൻ. അഭിഷിക്തൻ എന്നൊക്കെ എന്നെയൊക്കെ പറയും, പക്ഷെ അഭിഷേകം ഇല്ലെങ്കിലോ? വിശ്വാസി എന്നൊക്കെ പേര് പറയും, പക്ഷെ വിശ്വാസം ഇല്ലെങ്കിലോ? ഞങ്ങളുടെ ഒരു അമ്മാമ്മയുണ്ട്, ഞാൻ നെഗറ്റീവ് അമ്മ എന്നാ വിളിക്കുന്നത്. നെഗറ്റീവ് അമ്മ എന്നാ വിളിക്കുന്നത്. നെഗറ്റീവ്. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയത്തു. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. എനിക്ക് ഇഷ്ടമല്ല. ഈ അധരഫലം അനുഭവിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ ഫെലോഷിപ്പിൽ പറയുന്ന കാര്യം, അധരഫലം. എപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നെഗറ്റീവ് പറയരുത്. നമ്മുടെ നാവ് കൊണ്ട് പലതിനെയും വിളിച്ചു വരുത്താൻ നമുക്ക് കഴിയും. നമ്മുടെ നാവിന്മേലുള്ള അഭിഷേകം നമ്മൾ തിരിച്ചറിയണം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞോണം. നമ്മുടെ നാവ് കൊണ്ട് നമ്മള് നെഗറ്റീവ് പറയരുത്. അധരത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. നമ്മൾ രാജാവിന്റെ മക്കൾ. അഭിഷേകം നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മുടെ അകത്തുണ്ട്. സ്തോത്രം. നമ്മൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ജീവനും മരണവും നാവിന്റെ തുമ്പിലായിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു, പപ്പയുടെ ചേട്ടന്റെ ഭാര്യ, സ്വന്തം പപ്പയുടെ ചേട്ടന്റെ ഭാര്യ. എന്നും പറയായിരുന്നു, പോകുന്ന വഴിക്ക് അങ്ങ് ഒടുങ്ങിയാൽ മതിയായിരുന്നു. ഒരു കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. പോകുന്ന വഴിക്ക് അങ്ങ് ഒടുങ്ങണേന്ന്, ഇതുങ്ങളുടെ ഇടയിൽ നിന്ന് ഒടുങ്ങണേ, പോകുന്ന വഴിയിൽ എപ്പോഴും പറയും. അറിയോ, 2015 ജൂൺ 12-ാം തീയതി വഴിയിൽ വെച്ച് തന്നെ ഒടുങ്ങിയത്. സ്തോത്രം. പറയരുത്. വചനം പറയുന്നത്, ഞാൻ തലമുറകളുടെ നന്മകളെ കാണുമെന്ന് പറയണം. എന്റെ ആയുസ് ദീർഘമാകുമെന്ന് പറയണം. സ്തോത്രം. ദൈവം എന്നെ വിളിച്ചത് എല്ലാ കാലത്തും ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയല്ല.
വചനം പറയുന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന്, നീ അധ്വാന ഫലം തിന്നുവെന്ന്. അപ്പോഴാണ് നമ്മൾ പറയുന്നേ, അയ്യോ ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന്. രോഗം നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കടഭാരം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. സത്യ, കടഭാരം നിന്നെയും കൊണ്ട് തന്നെ പോകത്തുള്ളൂ. പിന്നെ ദേശത്ത് നന്മ അനുഭവിക്കുന്നു വിശ്വസിക്കുക. ഇന്ന് അല്പം പ്രയാസമാണേലും, ഇന്ന് അല്പം ക്ലേശമാണേലും, ഇന്ന് തലമുറകളെ പഠിപ്പിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും, സ്തോത്രം, എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനം ആഗതമാകും. പാടുന്നത് പോലെ തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ നമ്മൾ ലജ്ജിച്ച് പോകത്തില്ല. കാരണം നമ്മെ വിളിച്ചൊരു കർത്താവുണ്ട്. നമ്മളെ അപ്പോയിന്റ് ചെയ്തത് കർത്താവാണ്. ദൈവം അറിയാതെ ഒരു തലമുടി നാര് താഴെ വീണ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് കടന്നു പോകുന്ന അല്പം കഷ്ടതയാണേലും അത് സ്വർഗം കണ്ടത് കൊണ്ടാണ്, സ്വർഗം അനുവദിച്ചത് കൊണ്ടാണെന്ന് വിശ്വസിക്കുക. അപ്പം പേരുകൊണ്ട് മാത്രം ജീവൻ. സ്തോത്രം. പ്രവൃത്തിക്കകത്ത് അതൊന്നും കാണാനില്ല. ദൈവം പേരല്ല നോക്കുന്നത്, പ്രവൃത്തിയാ നോക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവം പേരല്ല നോക്കുന്നത്, പ്രവൃത്തിയാ നോക്കുന്നത്. കയീനും ഹാബേലും കൂടെ യാഗം കഴിക്കാൻ വേണ്ടി പോയി. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൽ പ്രസാദിച്ചു. അതിന് തൊട്ട് താഴെ കയീന് കോപമായി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ കാര്യമല്ല പ്രശ്നം, നമ്മുടെ അയലത്തെ വീട്ടുകാരുടെ കാര്യമാണ് നമുക്ക് പ്രശ്നം. ഈ നമ്മുടെ ചർച്ചയിലൊന്നും കുഞ്ഞുങ്ങൾ വളരെ കുറവാണ് കേട്ടോ, 2-3 മക്കളേ ഉള്ളൂ. ഞാൻ തിരുവല്ലയാണ് പഠിച്ചത്, ഷാരോൺ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അപ്പം അവിടെയൊക്കെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും ഇങ്ങനെ നിരന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മമാർക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ, എന്റെ കൊച്ചു തെറ്റിച്ചാലും അടുത്ത കൊച്ചും തെറ്റിച്ചാൽ കുഴപ്പമില്ല, വാക്യം പറയുമ്പോൾ. എന്റെ കൊച്ചു തെറ്റിക്കുകയും ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പറയുകയും ചെയ്ത് നമുക്ക്, നമ്മുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജനറൽ ചെയ്ത് പറയുക. സ്തോത്രം. എന്റെ ഈ വാക്കിനെ ഒന്ന് വിശാലമാക്കാൻ വേണ്ടി ഞാൻ പറയുക. സ്തോത്രം. പേരുകൊണ്ട് മാത്രം ജീവൻ, പ്രവർത്തിക്കകത്തത് കാണാനില്ല. അപ്പൊ കയീൻ യാഗം കഴിച്ചു. കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഹാബേലിൽ പ്രസാദിക്കുകയും ചെയ്തു. അത് സഹിച്ചില്ല. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, അപ്പൊ നന്മയില്ലാത്ത നിന്റെ യാഗത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യാഗം അർപ്പിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ യാഗവസ്തുവിനെ നോക്കുന്നതിന് മുൻപ് ദൈവം നോക്കിയത് യാഗം അർപ്പിച്ചവനെ നോക്കിയത്. യാഗം അർപ്പിച്ചവനിൽ യാതൊരു നന്മയും ദൈവം കണ്ടില്ല. അതുകൊണ്ട് യാഗത്തെ റിജക്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാഗത്തെ നോക്കും മുൻപ് യാഗം ചെയ്യുന്ന നമ്മെ നോക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന എന്നെയല്ല, പ്രസംഗിക്കുന്ന എന്റെ പ്രസംഗ വാക്കുകളല്ല ദൈവം നോക്കുന്നത്, പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തെ കർത്താവ് നോക്കുന്നത്. നമ്മുടെ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളല്ല നോക്കുന്നത്, പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത, പേരുകൊണ്ട് മാത്രം ജീവൻ, പ്രവൃത്തിക്കകത്ത് അത് കാണാനില്ല. രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്രം, ചാവാറായ ശേഷിപ്പുകൾ, ചത്തിട്ടില്ല, ചാവാറായി തുടങ്ങി. ദൈവം എല്ലാ തലമുറകളിലും ഒരു ശേഷിപ്പിനെ വെക്കുമായിരുന്നു. കാരണം ദൈവത്തിന്റെ കൂടെ നിൽക്കും, എന്നിട്ട് ദൈവത്തെ വിട്ടങ്ങ് പോകും. അപ്പോഴും ദൈവം ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിക്കും. ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ, വചനം ദുർലഭമായ ഒരു കാലഘട്ടത്തിൽ, ദൈവശബ്ദം കേൾക്കാത്ത ഒരു കാലഘട്ടത്തിൽ, എല്ലാവരും ദൈവത്തെ വിട്ടുപോയപ്പോൾ, സ്തോത്രം, ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു, ശമൂവേലിനെ എന്ന് പറയുന്ന പോലെ ശേഷിപ്പ. ദൈവം ചില ശേഷിപ്പുകളെ ബാക്കി നിർത്തും. എന്തിനാണെന്നറിയാമോ? അതിനകത്തും ദൈവം ഒരു തലമുറയെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൂത് എത്ര പേർക്ക് മനസ്സിലായി? എവിടേക്കോ നമ്മുടെ നല്ല അനുഭവങ്ങളൊക്കെ നഷ്ടമായി പോയി. നമ്മുടെ പല കുടുംബങ്ങളും നോക്കിക്കേ. ആ ഉണരുക നീ എന്റെ ആത്മാവെയൊക്കെ കേട്ടിട്ട് നാളുകളായി. സൗന്ദര്യത്തിന് പൂർണ്ണതയാകുന്ന സിയോനൊക്കെ മറന്നുപോയി. മനമേ പക്ഷി ഗണങ്ങൾ കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല. എവിടെയൊക്കെയോ ഇതൊക്കെ ചത്തു തുടങ്ങി, എവിടെയൊക്കെയോ മരിച്ചു തുടങ്ങി നമ്മുടെ ജീവിതത്തിനകത്തു നിന്ന്. പണ്ടൊക്കെ എന്തോരം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങള് 2002 വിശ്വാസത്തിൽ വന്നേ, പപ്പയൊക്കെ. ഞാൻ കുഞ്ഞു പ്രായമാണ് അന്ന്, 4 വയസ്സ് 5 വയസ്സേ ഉള്ളൂ അന്ന് രക്ഷിക്കപ്പെട്ട് വരുമ്പോ. കറണ്ട് ഇല്ല വീട്ടില്. വീട്ടില് കറണ്ടൊക്കെ 2010 വന്നേ. അതുവരെ കറണ്ട് ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാണ്ട് ഈ ഹർത്താലൊക്കെ വരും. സ്തോത്രം. കൂട്ടായ്മ ഉണ്ടെങ്കിലും
മുടങ്ങത്തില്ല, നടന്നു പോകുമായിരുന്നു. നടന്ന് എത്ര കിലോമീറ്റർ ആണ് നടന്ന് കണ്ടിട്ടുണ്ട് പോകുന്നത്. ഇന്ന് വാഹനമില്ലാതെ നമ്മളൊന്നും ഇറങ്ങത്തില്ല. ഞാൻ എന്റെ വീട്ടിലെ കാര്യം കൂടെ പറയുന്നത്. എവിടെയൊക്കെയോ നല്ല ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി, അനുഭവം നഷ്ടപ്പെട്ടു. ഇന്ന് മൊത്തത്തിൽ ജനറേഷൻ മാറിയപ്പം അഭിനയത്തിലേക്ക് മാറി സ്പിരിച്വാലിറ്റി. അനുഭവത്തിന്റെ അകത്തുനിന്നുള്ള ആത്മീയതയും അഭിനയത്തിന്റെ ആത്മീയതയുമായിട്ട് മാറി. എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ ഇന്ന് ജനറലൈസ് ചെയ്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതാ. അനുകരണമായി മാറി. അനുഭവം മാറി, അനുകരണവും അഭിനയമായി മാറി. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ ശേഷിപ്പുകൾ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ശേഷിപ്പുകൾ. സ്തോത്രം. വചനധ്യാനത്തിന്റെ ശേഷിപ്പുകൾ. വചനം പറയുന്നു, അതിനെ ശക്തീകരിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഒരു തലമുറയെ പുറത്തുകൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയെ അനേക ചെറുപ്പക്കാരെ പുറത്തെത്തിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റും. നിന്റെ അകത്ത് ദൈവം തന്ന ആ സ്തോത്രം, ആ ഒരു ആത്മഭാരത്തെ അനേക രക്ഷയ്ക്ക് കാരണമാക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഷവറ അരകന അരികൽ പ്രൗഢവനവ ഏറ്റെടുക്കുന്നേ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയെ അനേക ഉദ്ധാരത്തിന് ദൈവം കാരണമാക്കി മാറ്റും. ഷവറ അരികൽ പ്രൗഢവനവനവനവ ശന്തലാദരാദരാദരാദര. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യേകത, ശേഷിപ്പുകൾ ചാവാറായി തുടങ്ങി എന്നുള്ളതാ. ശേഷിപ്പുകൾ ചാവാറായി തുടങ്ങി. അവൻ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണതയില്ലാത്ത പ്രവൃത്തി. പൂർണ്ണതയില്ലാത്ത പ്രവൃത്തി. അത് ആരുടെ മുന്നിലാ പൂർണ്ണത ആവേണ്ടത്? അവിടെ കാണുന്നു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. അപ്പം ബി പെർഫെക്റ്റ് ബിഫോർ ഹൂം? ദൈവത്തിന്റെ മുമ്പിലാ, മനുഷ്യന്റെ മുമ്പിലല്ല. ദൈവത്തിന്റെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ പൂർണ്ണനായി കാണാൻ എളുപ്പമാണ്. ഇപ്പം പുതുതായിട്ട് ഒരാള് ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കടുകുമണി വറക്കുന്നത് പോലെ അന്യഭാഷയും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി പ്രബോധനം കൂടെ ഒക്കെ ചേർക്കുവാണെങ്കിൽ നമ്മൾ പറയും നല്ല അച്ഛനാട്ടോ എന്ന് പറയും, നല്ല അമ്മാമ്മയാന്ന് പറയും. സ്തോത്രം. അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ ആരായി? പെർഫെക്റ്റ് ആയി, പൂർണ്ണതയായി. ഇപ്പൊ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുക, നിങ്ങൾ ചിരിപ്പിക്കുകയും ഒന്ന് ആരാധിപ്പിക്കുകയൊക്കെ ചെയ്ത് നന്നായി പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രസംഗം ആരെന്നൊക്കെ നിങ്ങൾ എനിക്ക് മാർക്ക് തരും. സ്തോത്രം. അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ആരാകുക? പൂർണ്ണനാകുക. ഇതൊന്നുമല്ല ദൈവത്തിന് അറിയേണ്ടത്, ദൈവത്തിന് മുമ്പിൽ ആണെന്നുള്ളതാണ്. പെർഫെക്റ്റ് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ ഉള്ളവരാകുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല, പെർഫെക്ഷനിലേക്ക് വരുന്നില്ല. സ്തോത്രം. 10 ചുവട് വെക്കാൻ ആഗ്രഹിക്കുമ്പം 5 ചുവട് പുറകോട്ടാ പോകുന്നത്. ആ പെർഫെക്ഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ മനസ്സാഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല, ആ പെർഫെക്ഷനിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇന്ന് അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിനകത്തുണ്ടായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിനകത്തുണ്ടായിട്ടും അപ്രകാരം മുൻപോട്ടൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ എവിടെയെങ്കിലും കുടുങ്ങുന്ന പോലെ തോന്നുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ വിജയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ 3 പ്രത്യേകതകളാണ്. ഒന്ന്, സ്തോത്രം, പേരുകൊണ്ട് മാത്രം ജീവൻ. 2, സ്തോത്രം, ചാവാറായ ശേഷിപ്പുകൾ. 3, പൂർണ്ണതയില്ലാത്ത പ്രവർത്തികൾ. എന്നിട്ട് സർദീസ സഭയോട് ദൈവം പറയാണ്, കുഞ്ഞെ, സ്തോത്രം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കള്ളനെ പോലെ ഒരിക്കൽ വരും. ആമേൻ. എന്റെ വരവെങ്കിൽ നീ തള്ളപ്പെട്ടു. അപ്പൊ എന്നാ പ്രതിവിധി? ഇതിനകത്തൊരു പ്രതിവിധി. ഈ അവസ്ഥയിൽ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ ഒരു പ്രതിവിധി? ഇതൊരു മുന്നറിയിപ്പായിരുന്നു. മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടാൻ പാടില്ല. പ്രൈസ് ലോർഡ്. മുന്നറിയിപ്പുകൾ ഈ സഭകൾ അവഗണിച്ചു. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ഈ 7 സഭകൾ ഇന്ന് നിലവിലില്ല. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, അതിന് ഇപ്രകാരം പറയുന്നു, സ്തോത്രം, നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച 7 സഭകൾ നഷ്ടമായി പോയെങ്കിൽ നമുക്ക് എത്ര അധികം പിടിച്ചു നിൽക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. എവിടെയെങ്കിലും പൂർണ്ണതയില്ലാത്ത പ്രവൃത്തിയാണ് നമ്മുടേതെങ്കിൽ, ശേഷിപ്പുകൾ ചാവാറായി തുടങ്ങിയെങ്കിൽ, പേരുകൊണ്ട് മാത്രമാണ് ജീവനെങ്കിൽ, ഇന്ന് കമോൺ, വചനം പറയുന്ന ഒരു പ്രതിവിധി, നീ ഉണർന്നുകൊള്ളുക. ഇറ്റ് ഇസ് എ ടൈം ടു റൈസ്. നീ എഴുന്നേക്കേണ്ട സമയമാണ്. ഇറ്റ് ഇസ് എ ടൈം ഫോർ അവേക്കനിങ്. നീ ഉണരേണ്ട സമയമാണ്. കർത്താവ്
ചിലരൊക്കെ ഉണർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരെയും കാര്യമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പം ശിഷ്യന്മാരെ സ്തോത്രം അവിടെ ഇരുത്തിയിട്ട് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം ഒരു സെലക്ഷൻ അതിനകത്തുണ്ട്. എല്ലാവരോടും അല്ല പറയുന്നേ, ചിലരെങ്കിലും കർത്താവിന്റെ കൂടെ ഉണർന്നിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത്ഭുതമാക്കി ദൈവം അവരെ മാറ്റും. അത്ഭുതമാക്കി. എന്നിട്ട് പറയാ, എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ലെന്നാ കർത്താവ് ചോദിക്കുന്നത്. കാരണം അത്രത്തോളം കർത്താവ് ആഗ്രഹിച്ചിരുന്നു ചിലരൊക്കെ ഒന്ന് ഉണർന്നിരിക്കാൻ. അങ്ങനെയെങ്കിൽ എത്ര പേര് ആഗ്രഹിക്കും, കർത്താവെ ആത്മീയതയിൽ ഞാൻ ഉണർന്നിരിക്കണം, പ്രാർത്ഥനയിൽ ഞാൻ ഉണർന്നിരിക്കണം, വചനത്തിനകത്ത് ഞാൻ ഉണർന്നിരിക്കണം. ഞാൻ ഉണർന്നിരുന്നാൽ അനേക രക്ഷയ്ക്ക് അത് കാരണമായി മാറും. കർത്താവിന്റെ ഹൃദയം അത്രത്തോളം വ്യാകുലപ്പെട്ടു പോയി. കാരണം തൻ്റെ കൂടെ താൻ പ്രാണവേദനയ്ക്കൊക്കെ തിരുന്നപ്പം പലരും മയങ്ങിപ്പോയെന്നുള്ളത് ഒരുപാട് സങ്കടപ്പെടുത്തി കാണും. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയോ പ്രാണവേദനയ്ക്കകത്തായിരിക്കുന്നത്. നീ ഉറങ്ങേണ്ട സമയമല്ല ഇത്. ആരൊക്കെയോ നാശത്തിന്റെ വക്കീനകത്താ നിൽക്കുന്നത്. സ്തോത്രം, മരണത്തിന്റെ വാതിൽക്കലാ നിൽക്കുന്നത്. ഇത് നാം ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരിക്കേണ്ട സമയമാണ്. അനേകരെ തീക്കകത്തുനിന്ന് വലിച്ചെടുക്കാൻ, അനേകരെ നാശത്തിനകത്തുനിന്ന് വലിച്ചെടുക്കാൻ ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ 3 പ്രത്യേകതകളാണ്. ഉണർന്നു കൊള്ളുക. ഞാൻ 1-2 സംഭവങ്ങൾ കൂടെ വിശാലമാക്കി ദൂത് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉറങ്ങിയ കുറച്ച് ഭാഗങ്ങളും ഉണർന്ന കുറച്ച് ഭാഗങ്ങളും നമുക്ക് അറിയാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, യാക്കോബ് ബേർശേബയിലേക്ക് പുറപ്പെട്ടൊരു ഭാഗം. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. 11-ാമത്തെ വാക്യം. അവൻ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവന്റെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണായി വെച്ച് അവിടെ കിടന്നുറങ്ങി. നോക്കിയേ, ഒരു കല്ലെടുത്ത് തലയണയാക്കിയിട്ട് കിടന്നുറങ്ങിയെന്ന്. നമുക്ക് ഇവിടെ മെത്ത ഉണ്ടായിട്ട് ഉറക്കം വരുന്നില്ല അല്ലെ? തിരിഞ്ഞും മറിഞ്ഞും ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യും അതിനെ. ആ സമാധാനത്തിന്റെ സ്പിരിറ്റിനെ കർത്താവിന് സൗഖ്യമാക്കുകയാണ്. സ്തോത്രം. എവിടെയെങ്കിലും ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്ന് രാത്രി സുഖമായി വിശ്രമിക്കും. ആ സ്പിരിറ്റ്, ആ ഒരു ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ്, സ്തോത്രം, നമ്മുടെ ഹൃദയത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യുക നമ്മുടെ അകത്തുനിന്ന്. കമോൺ, ഹല്ലേലൂയ. സുഖമായി കിടന്നുറങ്ങുന്നു. സ്തോത്രം, സുഖമായി കിടന്നുറങ്ങും. എന്നിട്ട് അതിന്റെ 16-ാമത്തെ വാക്യത്തിനകത്തേക്ക് നമ്മൾ വരുമ്പം അവിടെ കാണുന്നത്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. എന്നിട്ട് പറയാ, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. എന്താ അറിയാതിരുന്നതിന്റെ കാരണം? ഉറങ്ങിയതാ കാരണം. അപ്പൊ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണരാതിരുന്നാൽ ഏറ്റവും നിരാശകരമായ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. ഈ ആഴ്ച ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും, പറയും, ഒരു സുഖം ഉണ്ടായില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഉറങ്ങിപ്പോയെന്നുള്ളതാണ്. ഈ ആഴ്ചത്തെ പ്രസംഗം ഒട്ടും അങ്ങ് ഏറ്റില്ല. പ്രസംഗിച്ച ആളുടെ കുഴപ്പമല്ല, അത് ഏറ്റെടുത്തില്ലെന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുമായിരുന്നു. അപ്പൊ യാക്കോബ് ഉറങ്ങിയപ്പോ യാക്കോബിന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോയി. എന്നിട്ട് പറയാ, അയ്യോ, യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നോ? എനിക്കത് അറിയാൻ പറ്റിയില്ലല്ലോ. ഈ സ്തോത്രം ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവസാന്നിധ്യം അനുഭവിച്ചത്. അപ്പൊ എവിടെയെങ്കിലും ദൈവസാന്നിധ്യം ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ, ഒരു കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഇത് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കം ബാക്ക്. ആ ദൈവസാന്നിധ്യത്തിനകത്തേക്കൊന്ന് കയറാൻ നീ ഉണരേണ്ടത് ആവശ്യമാണ്. ഈ ന്യൂട്രൽ പോകുന്ന പോക്ക് ആത്മീയന് നല്ലതല്ല. ന്യൂട്രൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is no connection between engine and vehicle. അതാ ന്യൂട്രൽ പോവാന്ന് പറഞ്ഞാൽ. ഞങ്ങൾ വയനാടുകാരൊക്കെ സാധുക്കള് ഈ ചിലപ്പോൾ പെട്രോളൊക്കെ കമ്മിയായിരിക്കും വണ്ടിക്കകത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവിടെ ഒത്തിരി ഇറക്കങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇറക്കങ്ങളൊക്കെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, ചെലവില്ലാണ്ട് പോകാൻ വേണ്ടി ന്യൂട്രൽ പോകും. നല്ല സുഖമാണ് ന്യൂട്രൽ പോകാൻ, ചെലവൊന്നുമില്ല, അങ്ങ് പോയാൽ മതി, വില കൊടുക്കാതെ പോകാം ന്യൂട്രൽ പോവാന്ന് പറഞ്ഞാൽ.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇറക്കം കഴിഞ്ഞിട്ടൊരു കയറ്റം വരും. അപ്പൊ വണ്ടി തിരിഞ്ഞുള്ളൂ, അല്ലെ നിൽക്കും. എത്ര പേർക്ക് മനസ്സിലായി? ചെലവില്ലെന്ന് ഓർത്തിട്ട് എല്ലാ കയറ്റവും ഓടുമെന്ന് വിചാരിക്കരുത്. ഇറക്കം ആയതുകൊണ്ട് പോകുന്നതാ. ഇറക്കം ഒരിക്കൽ തീരും, തിരിഞ്ഞുള്ളും വണ്ടി. സ്തോത്രം. ഇപ്പൊ ഫാനൊക്കെ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്താലും കുറച്ചു നേരം കൂടെ കറങ്ങും. അത് അത്രയും നേരം കറങ്ങിയതുകൊണ്ട് അങ്ങ് കറങ്ങുന്നതാ. കുറച്ചു നേരം കൂടെ അതങ്ങ് നിൽക്കും, കാരണം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. അതുപോലെ ആവരുത് നമ്മൾ. അപ്പനുമായിട്ടുള്ള കണക്ഷൻ വിട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ ന്യൂട്രൽ പോകുന്ന അവസ്ഥയാ. നോ പവർ, നോ എനർജി. പവർ ഇല്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിത്ത് ഗോഡാ എപ്പോഴും. അപ്പൊ ഉണർന്നു കഴിഞ്ഞപ്പോ ദൈവസാന്നിധ്യം അനുഭവിച്ചു. സ്തോത്രം. ഉറങ്ങിയപ്പം അറിയാതെ പോയി. അപ്പൊ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ മാറ്റം ഞാൻ പറയാം. ഒന്ന്, കല്ല് തലയണയാക്കി വെച്ചാണ് ഉറങ്ങിയത്. കല്ല്. യഹൂദന്റെ ഭൂമിശാസ്ത്രം പഠിച്ചാല് അത്ര നല്ല കല്ലുകളല്ല അവിടുത്തെ കല്ലുകൾ. ഷാർപ്പായിട്ടുള്ള കല്ലുകളാണ് കല്ലുകൾ. സ്തോത്രം. ആ കല്ലൊരിക്കലും തലയണയാക്കി വെച്ചാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഒരുപക്ഷെ ക്ഷീണം അത്രത്തോളം ആയിരുന്നത് കൊണ്ടായിരിക്കാം യാക്കോബ് നന്നായി ഉറങ്ങിയത്. സ്തോത്രം. തല എന്തായാലും വേദനിക്കും. കഴിഞ്ഞ രാത്രിയിൽ തന്റെ തലയെ വേദനിപ്പിച്ച കല്ലിനെ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പം അഭിഷേകത്തിന്റെ അടയാളമാക്കി ദൈവം മാറ്റി. ഇത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് കടന്നു പോകുമ്പം നമ്മെ വേദനിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളില്ലേ? നമ്മെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളില്ലേ? സ്തോത്രം. എല്ലാ അനുഭവങ്ങളെയും ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ അനുഭവങ്ങളെയൊക്കെ അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ആ അനുഭവങ്ങളൊക്കെ ദൈവസ്നേഹത്തിന്റെ അടയാളമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ശബര അറികൾ പ്രൗഢപനപനപനവ. ആരായിട്ടെടുക്കുന്നേ? കുറ്റം പറയണ്ട, പരാതി പറയണ്ട, പഴികൾ പറയണ്ട, എവിടെയെങ്കിലും തിരസ്കരിക്കപ്പെട്ടെങ്കിൽ നിരാശപ്പെടേണ്ട. സ്തോത്രം. ഒത്തിരി കല്ലുകൾ നമ്മളെ എറിഞ്ഞെങ്കിൽ, സ്തോത്രം, ഒത്തിരി കല്ലുകൾ നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട, തലകുനിഞ്ഞു പോകണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കല്ലുകളും, ഇന്ന് അനുഭവിച്ച എല്ലാ വേദനകളും നാളുകളിൽ ദൈവസ്നേഹത്തിന് അടയാളമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുക. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി ഏറ് കൊണ്ട ഒത്തിരി ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒത്തിരി ഏറുകൾ. നമ്മൾ പറയാറുണ്ട്, ഏറ് കൊണ്ട കല്ലുകളല്ല വേദനിപ്പിച്ചത്, എറിഞ്ഞ ആളുകളെ കാണുമ്പോഴാ വേദന. അല്ലെ വീനാൻഡി? നമ്മൾ ഏറ് കൊണ്ടതൊക്കെ അപരിചിതരായ ആളുകളിൽ നിന്നാണോ ഏറ് കൊണ്ടത്? ശുശ്രൂഷയിൽ നമ്മെ കൈപിടിക്കുമെന്ന് കരുതിയ ആളുകൾ, ശുശ്രൂഷയിൽ അവസരങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞ ആളുകൾ കുറ്റം പറഞ്ഞാലും താങ്കളെ അത്ഭുതമാക്കി മാറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയുന്നവര് പറഞ്ഞോട്ടെ. ഇവിടെ കല്ലുകളുടെ വേദന സഹിച്ചിട്ട് യാക്കോബ് കിടന്നുറങ്ങിയപ്പോ യാക്കോബ് പോലും അറിയാതെ യാക്കോബിനോട് ചേർന്നിരുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് എന്നെ നിന്നെ നടത്തുന്നത് ഓർക്കണം. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. അപ്പൊ ഒന്നാമതുണ്ടായ മാറ്റം ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോ, ഉണർന്നു കഴിഞ്ഞപ്പോ വേദനിപ്പിച്ച കല്ലുകളൊക്കെ ആദരിക്കപ്പെട്ട കല്ലുകളാക്കി ദൈവം മാറ്റി. വേദനിപ്പിച്ച അനുഭവങ്ങളൊക്കെ ദൈവസ്നേഹത്തിന്റെ അടയാളമാക്കി ദൈവം മാറ്റി. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്രം, ലൂസ് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. ലൂസ് എന്ന് പറഞ്ഞാല് അതൊരു ഡ്രൈ ബോൺ, ഒരു അസ്ഥി, നോർമൽ അസ്ഥി. ഈ അസ്ഥിക്ക് ജീവൻ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഓടാനും ചാടാനൊക്കെ പറ്റുന്നത്. എന്നാൽ ഇതൊരു അസ്ഥി എന്ന് പറഞ്ഞ സാധാരണ അസ്ഥിയാണ്, വിട്ടുകിടക്കുന്ന അസ്ഥിയാണ്, ഒരു പ്രയോജനം ഇല്ലാത്ത അസ്ഥിയാണ്. സ്തോത്രം. ലൂസ്. ആ പേര് 10 പ്രാവശ്യം പറഞ്ഞൊരു സുഖമില്ല. ലൂസ്. അത് കേൾക്കുമ്പോൾ ലൂസാ, ഒരു സുഖമില്ല. എന്നാൽ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പം ആ സ്ഥലം ബഥേലായി മാറി. ബഥേൽ. ഈ ലൂസിൽ താമസിക്കുന്ന ആള് ഒരു കത്തൊക്കെ എഴുതണമെങ്കിൽ എഴുതും ഫ്രം ലൂസ്. അഡ്രസ് ദൈവം മാറ്റി. ഇനി ലൂസ് അല്ല,
നീ ബദേൽ എന്നറിയപ്പെടും. ബദേൽ എന്ന് വെച്ചാൽ ഹൗസ് ഓഫ് ലോർഡ്, ദൈവത്തിന്റെ ആലയം എന്നറിയപ്പെടും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് ഒരു അഡ്രസ് നമുക്ക് പറയാനില്ലെങ്കിലും, ഇന്ന് പറയാൻ ഒരു ഐഡന്റിറ്റി നമുക്കില്ലെങ്കിലും, സ്തോത്രം, ഒരു ഐഡന്റിറ്റി നൽകാൻ, ഒരു അഡ്രസ്, ഡിവൈൻ അഡ്രസ് നൽകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഡെസിയാൻഡി, വിശ്വസിക്ക്, ഒരു ഡിവൈൻ അഡ്രസ് ദൈവം തരും. ഡിവൈൻ അഡ്രസ്, ഡിവൈൻ അഡ്രസ്. ഇന്ന് പറയാൻ നമുക്ക് ഒരുപക്ഷെ അഡ്രസ് ഉണ്ടാവത്തില്ലായിരിക്കാം. ഇന്നാരുടെ കെയർ ഓഫ് നമുക്ക് പറയേണ്ടി വന്നേക്കാം. പക്ഷെ ദൈവം നമ്മെ തൊട്ടാൽ, ദൈവസ്ഥാനം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഡിവൈൻ അഡ്രസ്സിലേക്ക് നമ്മൾ വരാനിടയായിത്തീരും. നമുക്ക് എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം? നമ്മുടെ ചേട്ടന്റെ പേരിൽ അറിയപ്പെടാനാണോ? ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടാൻ വേണ്ടിയാണോ? അല്ല, ആ ഡിവൈൻ അഡ്രസ്സിൽ അറിയപ്പെടണം. ദൈവത്തിന് പദ്ധതിയുണ്ട്. എൽസമ്മാനിയുടെ അടുത്തിരിക്കുന്ന അച്ഛൻ, ഹസ്ബൻഡ്, അച്ഛാ ഡിവൈൻ അഡ്രസ് ദൈവം തരും. ഡിവൈൻ അഡ്രസ്, ഡിവൈൻ അഡ്രസ്. നാളുകൾ നിരാശപ്പെട്ടില്ലേ? നാളുകൾ കണ്ണീരൊഴുകിയില്ലേ? സ്തോത്രം. എല്ലാം കൂടെ ചേർത്ത് കർത്താവ് ഒരു പ്രമോഷൻ തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയാനോ. പ്രമോഷൻ ദൈവം തരും. യാക്കോബ് പറഞ്ഞേ, അടുത്ത 2 അധ്യായങ്ങൾ അപ്പുറം കഴിയുമ്പം യാക്കോബ് പറയാണ്, സ്തോത്രം, ഞാന് യോർദാൻ കടന്നത്, സ്തോത്രം, ഒരു വടിയോടുകൂടെയാ, ഒരു വടിയോടുകൂടെ. പക്ഷെ ഇപ്പൊ 2 കൂട്ടമാക്കി കർത്താവ് തീർത്തിരിക്കുന്നു. ഒരു വടിയോടും കൂടെ മാത്രം കടക്കേണ്ടി വരുന്ന ശൂന്യതയുടെ ഒരു പീരീഡ് നമുക്കുണ്ടാവും. ഇല്ലായ്മയുടെ ഒരു പീരീഡ് നമുക്കുണ്ടാവും. ആരും അറിയാത്ത, ആരും കാണാത്ത, ആരും മനസ്സിലാക്കാത്ത ശൂന്യതകത്തോട് നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ ദൈവശാന്തി അനുഭവിച്ചാൽ കടന്നു പോകുന്നെങ്കിൽ 2 കൂട്ടമാക്കി അതിന് മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. ശബര അരികൽ പ്രൗഢവനവനവ ആരയച്ചെടുക്കുന്നേ? ഇന്നൊരു വടിയോട് കൂടിയാ പോകുന്നെങ്കിലും ആ വടിക്കകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അതിനെ വിശാലമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. ശബാരക ജനാധരാധരാധ അടൽ പ്രൗഢവനവനവനവ ഷൈഡനാരികൽ പ്രൗഢ അരകന. ഏറ്റെടുത്തോ. ആരാധിച്ചേറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ സങ്കടം തോന്നി. ഒരു വടിയോടുകൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വടിയോടുകൂടെ. പക്ഷെ 2 കൂട്ടമാക്കി കർത്താവ് ഇതിനെ വർദ്ധിപ്പിച്ചു. 3-ാമത്തെ കാര്യം, വചനം മാത്രമേ എനിക്ക് ഉയർത്താനുള്ളൂ കേട്ടോ, വേറൊന്നും ഉയർത്താനില്ല. വചനം മാത്രമേ പറയത്തുള്ളൂ. സ്തോത്രം. അപ്പൊ 1-ാമത്തെ കാര്യം, സ്തോത്രം, ദൈവസ്ഥാനത്ത് അനുഭവിച്ചു കഴിഞ്ഞപ്പം ഏറുകൊണ്ട കല്ലുകളൊക്കെ അഭിഷേകത്തിന്റെ അടയാളമാക്കി കർത്താവ് മാറ്റി. ലീലാമ്മ ജോസ്, കണ്ണൂർ. ഞാനും കണ്ണൂരാട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2-ാമത്തെ പ്രത്യേകത, ലൂസ് ബദേലായി മാറി. ഹല്ലേലൂയ. വേദനയോടെ ഓടിയവൻ രാജകുമാരനെ പോലെ മടങ്ങി വന്നെന്നുള്ളതാണ്. ഇന്ന് വേദനയോടുകൂടിയായിരിക്കും ഓടുന്നത്. ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ ഒത്തിരി വേദനകൾ, പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്യുകയാണ്. അങ്ങനെ പറയാൻ ഒത്തിരി വേദനകൾ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടക്കുമ്പോൾ അറിയാതെ കണ്ണു നിറയുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റാർക്കും അറിയാത്ത വേദനകൾ. സ്തോത്രം. ഒരു ഭയങ്കര എംപ്റ്റിനെസ്, ചില സമയങ്ങളിൽ ശൂന്യമായി പോകുന്നത് പോലെ അനുഭവം. കാല് മുൻപോട്ട് വെക്കുമ്പോൾ ചതുപ്പിൽ വെക്കുന്നത് പോലെ തോന്നലുകൾ. പരിശുദ്ധാത്മാവ്, സ്തോത്രം, അങ്ങനെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദൈവം നിന്നെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉറപ്പിക്കാൻ. ഇന്ന് വേദനയോടുകൂടെ ആയിരിക്കും ഓടുന്നത്. എന്നാ രാജകുമാരനെ പോലെ യാക്കോബിനെ ദൈവം മടക്കി വരുത്തി. അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ യാത്രയിൽ അനുഭവിച്ച ദൈവസാന്നിധ്യമാണ്. യാത്രയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എനിക്ക് നല്ലൊരു മടങ്ങി വരവുണ്ടെന്ന്. യാത്രയിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പൊട്ടക്കിണറ്റിൽ കിടന്നാലും പേടിക്കാനില്ല. സഹോദരന്മാര് കൊണ്ടിട്ടാലും പേടിക്കാനില്ല. കാരാഗ്രഹമാണെങ്കിലും പേടിക്കാനില്ല. പോത്തീഫറിന്റെ വീട്ടിനകത്ത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാലും പേടിക്കാനില്ല. തെറ്റ് ചെയ്തിട്ടല്ലല്ലോ, കർത്താവിനെ വിട്ട് അകന്ന് നടന്നിട്ടല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ദൈവത്തിന്റെ കൂടെ നടന്നിട്ടും സങ്കടപ്പെടേണ്ടി വന്നെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. വേദനയോടുകൂടെ ഓടിയവൻ രാജകുമാരനെ പോലെ മടങ്ങി വന്നു. നിനക്കൊരു മടങ്ങി വരവ് ദൈവം തരും. നിനക്കൊരു മടങ്ങി വരവ് ദൈവം തരും. ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ തിക്തമായതാണെങ്കിലും സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും, സിസ്റ്ററെ ബീന, അജയ്, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ശുശ്രൂഷയ്ക്കകത്ത്
വ്യക്തമായ ഐഡന്റിറ്റി, ഒരു പ്രവാചക ശുശ്രൂഷ ദൈവം നൽകാൻ, അതിനെ ഫ്ലറിഷ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഫ്ലറിഷ് ചെയ്യാൻ. എനിക്കറിയത്തില്ല പ്രവാചകിയാണോ എന്ന് കേട്ടോ. സ്തോത്രം. ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ സ്തോത്രം, അതിനെ ഫ്ലറിഷ് ചെയ്യാൻ. ആമേൻ. എന്നോടും പ്രവചിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം അതിനെ ഫ്ലറിഷ് ചെയ്യും. ഫ്ലറിഷ്. ദൈവത്തിന്റെ ഐഡന്റിറ്റി സ്വർഗം തരും. അപ്പൊ ഇതിന് ആധാരം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരുക എന്നുള്ളതാണ്. ഉണരുക, ശുശ്രൂഷയിൽ ഉണരുക, പ്രാർത്ഥനയിൽ ഉണരുക. സ്തോത്രം. രാത്രികൾ പകലുകളാക്കി മാറ്റുക. ഉണർന്നിരിക്കാൻ ദൈവം ചിലരെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ ചിലരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മയങ്ങി പോകരുത് കേട്ടോ, മയങ്ങി പോകരുത്. മറ്റൊരാൾ മയങ്ങിയായിരുന്നു. എവിടാന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത്. അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. രാജാക്കന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, 19-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം, 19:4. താന് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിയെന്നാ കാണുന്നത്. ഉറങ്ങി, മരിക്കാൻ കിടന്നുറങ്ങി. അതൊരു വലിയ കൃപയാട്ടോ. സാധാരണ മരിക്കാൻ കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. ഇത് മരിക്കാൻ കിടക്കുമ്പോഴും ഉറങ്ങും. എന്നാ കാരണം അറിയാമോ? ഏലിയാവ് ചിന്തിക്കുന്നത് എന്റെ ശുശ്രൂഷ ഇതോടെ അവസാനിച്ചെന്നാ ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കഴിഞ്ഞു. ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം, തൊട്ട് മുൻപ് വരെ 17-ാമത്തെ അധ്യായത്തിനകത്തൊക്കെ തീ പോലെ നിന്ന മനുഷ്യൻ, മറ്റാരും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്തതുപോലെ ഉപയോഗിക്കപ്പെട്ടൊരു മനുഷ്യൻ 19-ാമത്തെ അധ്യായത്തിനകത്ത് പെട്ടിരിക്കുക. 17-ൽ ആഹാബിനോട് നേരെ സംസാരിച്ച ആള് 19 ഇസബേലിന്റെ മുമ്പിൽ കീഴടങ്ങിപ്പോയി. ആമേ. ചിലർ പറയാറില്ല, അച്ചായൻ പിന്നെയും പാവ, അമ്മാമയാണ് എന്ന് പറയുന്ന പോലെ. ആഹാബിന്റെ മുന്നിൽ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇസബേലിന്റെ കാര്യം നമ്മൾ പേടിച്ചു പോയി. എന്നിട്ട് പറയാ, എനിക്ക് മരിച്ചാ മതിയെന്ന്. ഒരു ദൈവഭക്തൻ. അപ്പൊ നമ്മൾ ചിന്തിക്കും, പിന്നെ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ പറയുമെന്ന്. ഇതല്ല, ഇതിന് അപ്പുറം പറയും. കാരണം ഒരു 10 പേര് കുറഞ്ഞത് ഒരു ചർച്ചിനകത്തുണ്ടെങ്കിൽ 10 പേരും അവരുടെ സങ്കടങ്ങൾ പാസ്റ്ററോടൊന്ന് പറയും. ചിലപ്പോ പരസ്പരം ഇച്ചിരി പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറമായി എല്ലാ വേദനയും പാസ്റ്ററോടാ പറയുന്നത്. പാസ്റ്റർ ആരോട് പറയും? എന്നാ വീട്ടിലോട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും വീട്ടുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. സ്കൂളിൽ വിട്ടിരുന്ന മക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയും. അമ്മായിയപ്പൻ, അമ്മായിയമ്മ, അപ്പൻ, അമ്മ, സഹോദരങ്ങള്, മരുമക്കളുണ്ടെങ്കിൽ മരുമക്കള്, എല്ലാവരുടെ സങ്കടം ഈ പാസ്റ്ററാ കേൾക്കുന്നത്. നീ പാസ്റ്റർ സങ്കടം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനും ഇല്ല. പിന്നെ ഇതല്ല, ഇതിനപ്പുറം പറയും. അച്ഛനോട് ചോദിച്ചെന്നാ പറഞ്ഞ, അച്ഛൻ ഏത് ഇടവകയിലാണെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞത്, ഓ ഈ വകയുടെ ഒക്കെ ഇടയിലാണ് എന്ന് പറയുന്ന പോലെ. ഈ വകകളുടെ ഒക്കെ ഇടയിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി ചിന്തിക്കും. അത് നോർമലി മനുഷ്യനല്ലേ നമ്മളെല്ലാരും. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും. ഇവിടെ ഈ മനുഷ്യൻ ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക, മാനസികമായിട്ട് തകർന്നു പോയി, മനസ്സ് തകർന്നു പോകും. എന്നിട്ട് പറയാ, മതി കർത്താവേ, എന്ന് വെച്ചാ എനിക്ക് ഓടാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ഓടി. ഇനി ഒരു ചുവട് പോലും എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു ചുവട് പോലും എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു ചുവട് പോലും വെക്കാൻ പറ്റത്തില്ല. വിഷമിക്കല്ലേ, നിരാശപ്പെടല്ലേ. ഇവിടം കൊണ്ട് തീർന്നെന്ന് ഏലിയാവ് തന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞപ്പോ, ഇതാണ് തുടക്കം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ധൈര്യത്തെ കൊടുത്തു. രോഗം വന്ന്, പ്രയാസം വന്ന്, അല്ലെ പ്രായാധിക്യം വന്ന് ഇവിടം കൊണ്ട് തീർന്നെന്ന് നമ്മൾ വിധി എഴുതുമ്പം, ഇവിടെ മതിയെന്ന് നമ്മൾ വിധി എഴുതുമ്പം, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് പറയാൻ
ദൈവം നമ്മെ നോക്കി ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് തീർന്നു? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ, ഇല്ലടി ഇവിടം കൊണ്ട് തീർന്നടി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ, മുൻപോട്ടൊരു ചുവട് പോലും വെക്കാൻ വയ്യ, കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായമായി, നമുക്കിനി എവിടെയെങ്കിലും ഒതുങ്ങാമെന്ന് ചിന്തിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, തീർന്നിട്ടില്ല. ഒരു ദൂരയാത്ര ചെയ്യാൻ, ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ കുറിച്ച് പിന്നെയും ആഗ്രഹിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. കിടക്കുക മരിക്കാൻ വേണ്ടി. ചില സമയങ്ങളിലൊക്കെ നിസ്സഹായമായി പോകും. ഏലിയാവിന്റെ അത്ഭുതങ്ങൾ കണ്ട ഒത്തിരി ആളുകളുണ്ട്. ഏലിയാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവരെ ആരെയും ചാവാൻ നേരത്ത് കണ്ടില്ല. നമ്മൾ എത്രയോ ആളുകളെ കരം പിടിച്ചു, പ്രാർത്ഥനയിൽ എത്രയോ രാത്രികൾ പ്രാർത്ഥിച്ചവരെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, മരണത്തിന്റെ വക്കിൽ നിന്നും നന്മയിലേക്ക് കൈപിടിച്ച് നടത്തി. അവരിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ കൂടെ? അവരൊക്കെ മറുകര പറ്റിയപ്പം നമ്മളെ ഓർത്തോ? പിന്നെ നമ്മളിവിടെ തകർച്ചയിലായിരുന്നപ്പം ആരെങ്കിലും നമ്മെ കരുതാനുണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഉണ്ടായിട്ടും നീ ഒറ്റയ്ക്കായി പോയില്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ആരും വരാനില്ലാത്ത നിനക്ക് വേണ്ടി ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. ആരും വരാനില്ലാത്ത, സ്തോത്രം, നിനക്ക് വേണ്ടി വരാൻ ദൈവം ദൂതനയക്കുവൻ. കമോൺ. ശരിക്കും പറഞ്ഞ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്കാകുമ്പോൾ ഒറ്റപ്പെടലല്ല. ഞങ്ങളുടെ ഒരു ലീലാമാൻറ്റി ഉണ്ട്. ആന്റി ഒറ്റയ്ക്കാ ജീവിതത്തിൽ. ഇവിടെ ലീലാമാൻറ്റി ഉണ്ടല്ലോ, സ്തോത്രം. ലീലാമാൻറ്റി ഒറ്റയ്ക്കാണ്. പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ഒരു കുഴപ്പമില്ല, പയറുമണി പോലായിരുന്നു. ഇപ്പൊ മക്കള് മീൻസ് കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്ന് കൂടെ താമസിച്ചു. ഇപ്പൊ ആന്റി പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ആ വ്യത്യാസം മനസ്സിലായോ? ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ല ഒറ്റയ്ക്കാവുന്നേ, എല്ലാരും ഉള്ളപ്പോഴും ഒറ്റയ്ക്കാവുന്നേ. അങ്ങനെയുള്ള നിനക്ക് വേണ്ടി ദൂതൻ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാധാരണക്കാരാണ് എന്നെ കേൾക്കുന്നത്, എനിക്കറിയാം. അന്നന്നത്തെ വഹയ്ക്ക് വേണ്ടി ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് എനിക്ക് മുമ്പിൽ, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു സാക്ഷ്യം. ഞാൻ വയനാട്ടിലാട്ടോ, സ്തോത്രം. ഞങ്ങള് ഇവിടെ മിനിസ്ട്രി തുടങ്ങിയിട്ട് 3-ാമത്തെ വർഷം. ശരിക്കും വയനാട്ടിൽ നിന്ന് 5-ാമത്തെ വർഷമാണ്. ആദ്യം സഭാ ചാർജ് ആയിരുന്നു, അത് ഞാൻ വിട്ടു. അത് ഒരു AC ചർച്ചൊക്കെ ആയിരുന്നു, അതൊക്കെ വിട്ടു. എല്ലാം വിട്ട് പത്രോസിനെ പോലെ വെള്ളത്തിനകത്തോട്ട് കാലെടുത്ത് വെച്ച അവസ്ഥയായിരുന്നു ഞങ്ങള്, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ പ്രാരംഭ സമയത്ത്, മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത പ്രാരംഭ സമയത്ത്, സ്തോത്രം, ഞാന് വൈഫ് പ്രഗ്നന്റ് ആണ് ആ സമയത്ത്, സ്തോത്രം, 5-ാമത്തെ മാസം. അപ്പൊ ഞങ്ങളോട് എല്ലാരും പറയും, നിങ്ങൾ ഈ ബൈക്കിന് യാത്ര പരമാവധി ഒഴിവാക്കണം. കാരണം 5-ാം മാസമൊക്കെ ഈ അബോർഷൻ ആവാൻ സാധ്യതയുണ്ട്. ബൈക്കിനൊക്കെ കുലുങ്ങി പോവരുതെന്ന് പറയും. പക്ഷെ എന്നാ ഈ പറയുന്ന ആൾക്കാർ വല്ല കാറോ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു തരണ്ടേ? അത് തരത്തില്ല. പറയുന്നവർക്കൊക്കെ ഉണ്ട്. നമുക്ക് സ്കൂട്ടർ മാത്രമേ അന്നുള്ളൂ. ഇന്ന് ദൈവം കൃപയാൽ ഒരു കാറൊക്കെ തന്നു. അപ്പോ അങ്ങനെ ഞങ്ങൾ ഇച്ചിരി അലസരായി അതിനകത്ത്. കാരണം നമുക്ക് വേറെ വഴിയില്ല. ഞാനും വൈഫും മാത്രമേ ഉള്ളൂ അന്ന് വീട്ടില്, വയനാട്ടിൽ. അപ്പൊ ഞങ്ങള് ബൈക്കിന് തന്നെയാണ് വിസിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നത്. പുതിയ പ്രവർത്തനമാണ്, നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ പോകും. ഒരു ദിവസം ഞാൻ എവിടെയോ പോയി വന്നപ്പം, വൈഫിന്റെ പേര് സീബ എന്നാണ്. സീബ ഇങ്ങനെ ബാത്റൂമിന്റെ സൈഡിൽ ഇരുന്നിട്ട് വയറിൽ കൈ വെച്ച് ശക്തമായി കരയുകയാണ്. അലറിക്കരയുമാണ്. കണ്ണൊക്കെ തുറിച്ചു വന്ന് കരയുവാണ്. സ്തോത്രം. ഒന്നാമതൊരു ഉണ്ടക്കണ്ണാണ്, തുറിക്കും കൂടെ ചെയ്താൽ പിന്നെ സ്തോത്രം. അപ്പോ ആകെ പ്രയാസമായി. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ അന്ന് പടിഞ്ഞാറത്തറ താമസിക്കുക. പടിഞ്ഞാറത്തറ. ഞാൻ അവളെ കൈ പിടിച്ച് ബെഡിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, സീബായെ ഒന്നും തോന്നരുത്, സ്തോത്രം, എനിക്ക് ഒരു വകയില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ നിസ്സഹായനാണെന്ന് ഞാൻ പറഞ്ഞു സീബായോട്. സീബ സങ്കടത്തോടെ, അന്നും പരാതിയില്ല, ഇന്നും പരാതിയില്ല, സ്തോത്രം, കിടന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞു, അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എത്രയൊക്കെ പറഞ്ഞാലും 9 മാസം ചുമന്നതിന്റെ കഥ അവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെ? സ്തോത്രം. ആന്റിമാര് മാത്രം. നമ്മളിപ്പോ എന്തോ ആരോ പറഞ്ഞു കേട്ട്, എന്നാ ഒരു 2 വർഷം ഞാൻ ഒരു കൊട്ടയിൽ ഞാൻ ചുമക്കാന്ന് പറഞ്ഞാലും 9 മാസം ചുമന്നതിന്റെ കഥയാണ് ഏറ്റവും വലുത് തന്നെ. അപ്പൊ അനുഭവിക്കുന്നവർക്ക് മാത്രമേ വേദന മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് കിടന്നു. കരയുവാണ്, വാവിട്ട് കരയുവാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല.
ഞാൻ ആരോടൊക്കെ സമാധാനം പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയപ്പെടും ശൈശവ വിവാഹം എന്ന് പറയും, ചെറിയ പ്രായത്തിലെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മെച്യൂരിറ്റി കുറവുണ്ട്. എന്ത് ചെയ്യണം, ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയത്തില്ല. ഞാൻ അങ്ങ് ഇരുന്ന് കരഞ്ഞു. ഞാൻ അവിടെ കമന്ന് കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അനക്കമൊന്നും കാണുന്നില്ല. അയ്യോ, ഞാൻ അവിടെ കർത്താവെ തീർന്നോ, പേടിച്ചുപോയി. ഞാൻ തൊട്ടു, അറിയാൻ ഇങ്ങനെ തൊട്ടു നോക്കി. അപ്പൊ അനക്കമുണ്ട്. പതുക്കെ എഴുന്നേറ്റു, എന്റെ കൈ വയറ്റിലോട്ട് വെച്ചു. സ്തോത്രം. എന്നിട്ട് ഞെക്കി നോക്കി വേദനയുള്ള ആ ഭാഗത്ത്. എന്നിട്ട് പറഞ്ഞു, ചേട്ടായി, ഇത്രയും നേരമായിട്ട് അനുഭവിച്ച മരണവേദന ഇപ്പം എന്നിൽ കാണാനില്ല. സ്തോത്രം. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സ്തോത്രം. വേറൊന്നും പറഞ്ഞില്ല, വേറൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിച്ചുമില്ല, ഒന്നും ചെയ്തില്ല. സ്തോത്രം. കരയുക മാത്രം. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം ഒരിക്കലും വെളിപ്പാട് തന്നു. വെളിപ്പാട്. ആ വെളിപ്പാട് ഗെത്സമനത്തോട്ടത്തിലെ യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണ്. പ്രാണവേദനയിലായ ഒരു പ്രാർത്ഥന. കഴിഞ്ഞ 3-3.5 വർഷക്കാലം അത്ഭുതം കണ്ട ഒത്തിരി ആളുകളുണ്ട്, അടയാളങ്ങൾ കണ്ട ഒത്തിരി ആളുകളുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെങ്കിൽ അത് അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ, 5000കണക്കിന് ആളുകൾ കർത്താവിനുണ്ട്. പക്ഷേ പ്രാണവേദനയ്ക്കകത്തായപ്പം ഇവരെ ആരും കാണാനില്ല, ഇവരാരും വരാനില്ല, ഇവരാരും കരം പിടിക്കാനില്ല. സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞോണം, ആരും വരാനില്ലെങ്കിൽ നിനക്കാരും ഇല്ല എന്നൊരർത്ഥമില്ല. ആരും വരാനില്ലെങ്കിൽ ആ വഴിയിൽ നിനക്ക് വേണ്ടി വരാൻ ദൈവം തന്നെ ദൂതനെ അയക്കുമെന്ന് ഇന്നൊരു പകൽ നമ്മൾ തിരിച്ചറിയണം. ആരും വരാനില്ലെങ്കിലും ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആ ഒരു വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് ദൈവം തന്നു. എന്ന് പറഞ്ഞു, കുഞ്ഞെ, അന്ന് 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 ആരും വരാനില്ലായിരുന്നല്ലോ. ആരും വരാത്ത നിനക്ക് വേണ്ടി ഒരു ഏഞ്ചൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഏഞ്ചൽ നമ്മൾ പോലും അറിയാതെ. കാനായിലെ കല്യാണ വീട്ടിലെ കുറവ് എങ്ങനെയാ പരിഹരിക്കപ്പെട്ടത്? ചെവി അറിയാം. ദൂതൻ ഇറങ്ങി വന്ന് അത്ഭുതമാക്കി മാറ്റും. എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പെൺമക്കള് വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പേര് മുന്നമേ കണ്ടുവച്ചായിരുന്നു. ഒരു മലയാള തനിമയുള്ള പേര്, അനുഗ്രഹാന്നും ആഗ്രഹാന്നും. 2 പേര് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? ഈ 2 പെൺമക്കളുള്ള അപ്പന്റെ അമ്മയുടെ സങ്കടം ഞാൻ അറിഞ്ഞു. കാരണം ഈ പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് ഇവരൊന്നും അടുത്തില്ല. പിന്നെ ഒന്ന് കൊഞ്ചിക്കണമെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ വൈഫിന്റെ മമ്മി കൊഞ്ചിക്കണമെങ്കിൽ ചെലവാ മമ്മിക്ക്. അവിടുന്ന് ഇവിടെ വരണം, കണ്ണൂരിൽ നിന്ന് വയനാട്ടിൽ വരണം ഒന്ന് കൊഞ്ചിക്കണമെങ്കിൽ. ഇവരുടെ സങ്കടങ്ങൾ കേട്ടപ്പോ ഞാൻ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചു. ദൈവം അനുഗ്രഹേനെ തന്നു. ഞാൻ അനുഗ്രഹ എന്ന പേരിടാൻ വേണ്ടി വിചാരിച്ചു. അനുഗ്രഹ ജിൻസ് ഒരു മലയാളത്തനിമയുള്ള ഒരു പഴമയുള്ളൊരു പേരാണ്. പക്ഷേ ഈ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പേരൊന്ന് എഡിറ്റ് ചെയ്തു. അനുഗ്രഹ ഏഞ്ചൽ ജിൻസ് എന്നാക്കി. കാരണം എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞിനും ഇടയിൽ ഒരു ഏഞ്ചൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഏഞ്ചൽ. എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? കടന്നു വന്ന പാതകളിൽ എവിടെയെങ്കിലും എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല, എന്നെ കൊണ്ട് ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുമായിരുന്നില്ല എന്ന ബോധ്യം ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോണം, അതിന് നിന്നെ പ്രാർത്ഥനാക്കി മാറ്റിയത് ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും ദൂതൻ ഇറങ്ങും. പഴയ നിയമത്തിനകത്ത് ഇറങ്ങിയെങ്കിൽ, പത്രോസിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ, ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നെയും എടുത്തുകൊണ്ട് പോകുവാൻ, എനിക്ക് വേണ്ടിയും കരുതാൻ, എന്റെ മുൻപിലെ വാതിലുകൾ തുറക്കാൻ, എന്റെ മുമ്പിൽ കൊട്ടിയടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളും ഓപ്പൺ ആക്കുവാൻ ദൂതനിറങ്ങുമെന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ കരമടിച്ച് സ്വീകരിച്ചോ. ദൂതൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അസാധ്യമായ മേഖലകളെ ദൂതൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഇന്ന് പകൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. റിഗാപരാവന സാമ്പത്തിക മേഖലക്കകത്ത്, രോഗാവസ്ഥകൾക്കകത്ത് ദൂതൻ ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ദൂതനെ നീ കാണും. കമോൺ, ഹല്ലേലൂയ. ഇവിടെ ഏലിയാവിന് വേണ്ടി മറ്റാരും വന്നില്ലെങ്കിലും സാരയില്ല, ദൈവം തന്നെ ഇറങ്ങി. ചിലർ ചോദിക്കും, ദൈവം നൂലെ കെട്ടി ഇറക്കുമെന്ന്. യെസ്, ദൈവം നൂലെ കെട്ടി തന്നെ ഇറക്കും. മറ്റാരും കൊടുക്കാനില്ലെങ്കിൽ ദൈവം നൂലെ കെട്ടി തന്നെ ഇറക്കും. പത്രോസിന് വേണ്ടി മീനിന്റെ വയറ്റിനകത്ത് ബ്രഹ്മപ്പണം കരുതാൻ കർത്താവിന് കഴിയുമെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം ഇതിലും വലിയ അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ ദൂതൻ വന്നു തട്ടി ഉണർത്തി. ഞാൻ നിർത്താമേ. ദൂതൻ വന്ന് തട്ടി ഉണർത്തി. അവിടെ കാണുന്നത് ആരും കരുതാനില്ലാത്ത മനുഷ്യന് വേണ്ടി, ആരും സഹായിക്കാൻ ഇല്ലാത്ത മനുഷ്യന് വേണ്ടി, സ്തോത്രം, ഒരപ്പൻ കുഞ്ഞിനു വേണ്ടി കരുതുന്നത് പോലെ, ഒരപ്പൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടാൻ വേണ്ടി പൊതി കെട്ടുന്നത് പോലെ അവിടെ കാണുന്നത് ചുട്ടയൊരട. അതെന്നാ ചുടാതെ കൊടുക്കത്തില്ലേ? നോ, കിട്ടിയ അവിടെ നീ കഴിക്കണം.
നിന്റെ വിശപ്പിന്റെ ആധിക്യം തമ്പുരാൻ അറിയാം. നിന്റെ ആത്മദാഹം തമ്പുരാൻ അറിയാം. മറ്റാർക്കും അറിയാൻ കഴിയാത്ത ജീവിതത്തിന്റെ നീറുന്ന അവസ്ഥകളെ തമ്പുരാൻ അറിയാം. ഡെസിയാൻഡി, തമ്പുരാൻ അറിയാമെന്ന്. ഇനി എന്നും കരയാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന്. ആരും തുണ വന്നില്ലെങ്കിൽ പോലും, ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും, ഹി നോസ് യു, അവന് നിന്നെ അറിയാമെന്ന്. ഒരപ്പൻ കുഞ്ഞിന് പൊതി കെട്ടുന്നത് പോലെ കനലിന്മേൽ ചുട്ട ഒരാടാ. അതിനൊക്കെ ഭയങ്കര അർത്ഥമാണ് പ്രിയപ്പെട്ടവര്. എന്നാ ചുടാതെ കൊടുക്കത്തില്ലേ? നോ, കിട്ടിയോടെ നീ കഴിച്ചോണം. കാരണം നീ എത്രത്തോളം വിശക്കുന്നുണ്ടെന്നും എത്രത്തോളം ദാഹിക്കുന്നുണ്ടെന്നും തമ്പുരാൻ അറിയാം. നിനക്ക് മുൻപോട്ട് ഒരു ദൂരയാത്ര ചെയ്യണമെങ്കിൽ നിനക്ക് എത്രത്തോളം കരുതണമെന്ന് കർത്താവിനറിയാം. ആ ഒരൊറ്റ അട കഴിച്ചപ്പം 40 രാവ് 40 പകൽ ഓടിയെങ്കിൽ ദൈവം കരുതി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഓടാൻ ആവശ്യമായത്, ദൈവം ഒരു ഉറവിനെ തുറന്നാൽ നിനക്ക് ഓടാൻ ആവശ്യമായത് കർത്താവ് തുറന്നു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 മാസം മസ്കറ്റിലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ പോയത്. ഞാൻ സാധാരണക്കാരനായ കൂലിപ്പണി ചെയ്യുന്ന അപ്പന്റെ, അതെനിക്ക് അപമാനമൊന്നുമില്ല, അഭിമാനം. എനിക്ക് കൂലിപ്പണി ചെയ്ത് എന്നെ ഇത്രത്തോളം ആക്കിയത് ഒരു അപ്പന്റെ മോനാ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ആ വിട്ട സ്ഥലത്തിനകത്തുനിന്ന് ദൈവം കരം പിടിച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല. ഞാൻ അവിടെ പോയപ്പോഴേ ഒരു ഉറവ ഞാൻ കണ്ടു. നക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടായിരുന്നു. ഒരു ഉറവയുണ്ട് അവിടെ. ആ മരുഭൂമിക്കകത്തും ആ ഉറവ ഒരു സീസണിൽ പോലും വറ്റത്തില്ല. ഒരു കാര്യം പറയാം, ദൈവം തുറന്നെങ്കിൽ പിന്നെ വറ്റത്തില്ല. നിറഞ്ഞ് കവിഞ്ഞില്ലെങ്കിലും വറ്റത്തില്ല. ഏലിയാവിനോട് ഒരിക്കലും ഒരു സ്ത്രീ കരുതി, സരാഫാത്തിലെ വിധവ. സ്തോത്രം. പിന്നീട് കാണുന്നത് നിറഞ്ഞ് കവിഞ്ഞു എന്നല്ല കാണുന്നത്, പിന്നെ കുറവുണ്ടായില്ലെന്നാ കാണുന്നത്, വറ്റിപ്പോയില്ലെന്നാ കാണുന്നത്. ദൈവം തുറന്ന ഉറവുകൾ വറ്റിപ്പോകത്തില്ല. നമുക്ക് വറ്റാത്ത അനുഗ്രഹം ഉണ്ടായാൽ മതി, വറ്റാത്ത അനുഗ്രഹം. സ്തോത്രം. ആരും കരുതിയില്ലെങ്കിലും ദൈവം കരുതിയാൽ അത് വറ്റിപ്പോകത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാ, വറ്റാത്ത അനുഗ്രഹം, ഒരിക്കലും വറ്റിപ്പോകാത്ത അനുഗ്രഹം തരാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയാ, അവർ തിന്നു കുടിച്ചു, പിന്നെയും ഉറങ്ങി, പിന്നെയും എഴുന്നേറ്റ് തിന്നു, എന്നിട്ട് എഴുന്നേറ്റ് ഓടി. എത്ര ഓടിയെന്നറിയാമോ? 40 രാവും 40 പകലും. നിനക്ക് മുൻപോട്ട് പോകേണ്ട യാത്ര എത്ര ദൂരമേറിയതാണെങ്കിലും, എത്ര ഘനമേറിയതാണെങ്കിലും, എത്ര വേദന ഉളവാക്കുന്നതാണെങ്കിലും, എത്ര ദൂരങ്ങളിലേക്ക് പോകാനുണ്ടെങ്കിലും അതിന് നിന്നെ പ്രാപ്തനാക്കി മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നമ്മൾ പറയുമ്പോൾ, എന്റെ തലമുറകളെ കൊണ്ട് കഴിയത്തില്ലെന്ന് നമ്മൾ പറയുമ്പോൾ, ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും സാരമില്ല. ദൈവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ദൈവം തുറന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവം ചില നന്മകളുടെ ഡോർ ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തുറന്നു കഴിഞ്ഞാൽ ദീർഘയാത്രയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ പ്രാപ്തരാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഋഗാധരാവൻ ഏറ്റെടുത്തോ, ദൈവിക വചനങ്ങളെ ഏറ്റെടുത്തോ. നിങ്ങളോടാ പറഞ്ഞ്, എന്നോടാ പറഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. ദീർഘ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ പ്രാപ്തനാക്കാൻ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. ആ കരുതൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഉണരുക എന്നുള്ളതാ. ഉണരുക, വിട്ടുപോകല്ലേ, ഉണരുക. സ്തോത്രം. ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് കരുതൽ തിരിച്ചറിഞ്ഞത്. അവൻ കണ്ണു തുറന്ന് കണ്ടത് ദൈവത്തിന്റെ കരുതൽ എന്താണെന്ന്. ചില കരുതലുകൾ നമ്മൾ അനുഭവിക്കും. ദൈവം നമ്മെ, ഒരപ്പൻ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ദൈവം നമുക്ക് ഒരുക്കി വെക്കുന്നത് നമ്മൾ കാണും. നമ്മൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയാലും നമ്മുടെ കുഞ്ഞ് നമ്മളോട് ഒരു ബിസ്ക്കറ്റ് വെച്ച് നമ്മൾ കൊടുക്കാതിരിക്കുവോ? കടം മേടിച്ചാണേലും കൊടുക്കും. അത് അപ്പന് കുഞ്ഞിനോടുള്ള കമ്മിറ്റ്മെന്റ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ജീവനെ തന്നൊരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ എത്രയധികം അവൻ സ്നേഹിക്കും. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു കർത്താവെ. ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരെയും സൂക്ഷിക്കണം, പരിപാലിക്കണം. കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ പിന്നെയും സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.